മിസിയോ കുടുംബാംഗങ്ങളെയും ഉപകാരങ്ങളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസിയോ ടീമിനെ സഹായിക്കണമേ. നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കരുണ തോന്നിടണേ ദേവാ, പുണ്യപാതയിൽ നീ നയിക്കണമേ. പാപി എന്നിൽ കരുണ തോന്നിടണേ ദേവാ, പുണ്യപാതയിൽ നീ നയിക്കണമേ. നിത്യമാം പ്രകാശമേ സൽബുദ്ധിയെ തെളിക്കുക. നിത്യമാം പ്രകാശമേ സൽബുദ്ധിയെ തെളിക്കുക. സന്തതം പരിശുദ്ധിയെ മനഃശക്തിയെന്നിൽ വളർത്തണേ. സന്തതം പരിശുദ്ധിയെ മനഃശക്തിയെന്നിൽ വളർത്തണേ. നിന്നെ ഞാൻ മറന്നുപോയി, നിന്നിൽ നിന്നും അകന്നുപോയി. നിന്നെ ഞാൻ മറന്നുപോയി, നിന്നിൽ നിന്നും അകന്നുപോയി. എന്നിലെ നിൻ തിരുമുഖം വിരൂപമാക്കി മാറ്റി ഞാൻ. എന്നിലെ നിൻ തിരുമുഖം വിരൂപമാക്കി മാറ്റി ഞാൻ. ഭക്തവത്സലനീ സർവനന്മ നിരാമയനീ, ഭക്തവത്സലനീ സർവനന്മ നിരാഗനീ. ശക്തി നൽകണേ നിത്യസ്നേഹസുധാകരാ. ശക്തി നൽകണേ നിത്യസ്നേഹസുധാകരാ. പാപി എന്നിൽ കരുണ തോന്നിടണേ ദേവാ, പുണ്യപാതയിൽ നീ നയിക്കണമേ. പാപി എന്നിൽ കരുണ തോന്നിടണേ ദേവാ, പുണ്യപാതയിൽ നീ നയിക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, സ്നേഹപിതാവായ ദൈവമേ, യെശയ്യാ 59-ന്റെ 2-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു:
നിന്റെ അകൃത്യങ്ങൾ നിന്നെയും നിന്റെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുന്ന് നിന്നിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. കർത്താവെ, അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ സഹായിക്കുകയും അങ്ങയുടെ മഹത്വത്തെ പ്രതി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ഞങ്ങളോട് കരുണയായിരിക്കുകയും ചെയ്യണമേ. കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്തിരിക്കുന്ന മിസ്സിയ ഭവന്റെ എല്ലാ മക്കളെയും, മിസ്സിയ ഭവന്റെ രക്ഷാധികാരിയായിരിക്കുന്ന മാർ ജോയ് പിതാവിനെയും സമാപന സന്ദേശവും ആശംസകളും അർപ്പിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ഫാദർ തോമസ് മേൽവട്ടത്തച്ഛനെയും സേവ്യർ മാന്തറ അച്ഛനെയും സമർപ്പിക്കുന്നു. കർത്താവെ, മിസ്സിയ കുടുംബത്തിന്റെ സാരഥിയായ ആലീസ് ചേച്ചിയെയും റിസർച്ച് ടീം അംഗങ്ങളെയും എല്ലാ മെന്റേഴ്സിനെയും സബ് ഗ്രൂപ്പ് അംഗങ്ങളെയും കർത്താവെ സമർപ്പിക്കുന്നു. MC ചെയ്യുന്ന പൗലോസ് സഹോദരനെയും സാക്ഷ്യത്തിനായി വന്നിരിക്കുന്ന സഹോദരിയെയും വചനപ്രഘോഷണം നടത്തുന്ന സഹോദരിയെയും സ്ലൈഡ് പ്രസന്റേഷനായി കടന്നു വന്നിരിക്കുന്ന ബ്രദറിനെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ മിസ്സിയ ഭവനത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാനും വചനം പങ്കുവെക്കുവാനും പഠിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിച്ച മിസ്സിയ കുടുംബത്തിനും നന്ദി പറയുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുവാൻ നമ്മളെ ഓരോരുത്തരെയും ഒരിക്കൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തുതി. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവത്തിന് സ്തുതി. സഭയുടെ ദൗത്യമായ സുവിശേഷവൽക്കരണത്തിനായിട്ട് ലോകം മുഴുവനെയും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപമെടുത്ത മിസ്സിയോ കൂട്ടായ്മ നേതൃത്വം നൽകുന്ന മിസ്സിയോയുടെ 14ാമത്തെ ബാച്ചിൽ 7 നിത്യസത്യങ്ങളാണ് 10 ആഴ്ചകൾ കൊണ്ട് പ്രഘോഷിക്കപ്പെടുന്നത്. അതിലെ 2ാം നിത്യസത്യമായ പാപാവസ്ഥ എന്ന വിഷയമാണ് ഇന്ന് പ്രഘോഷിക്കുന്നത്. ഈ അനുഗ്രഹീത വേളയിൽ നിങ്ങളെ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം ഭക്തിസാന്ദ്രമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച സഹോദരി സെൽഡായോടും കുടുംബത്തോടും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതിമനോഹരമായ ഗാനത്തിലൂടെയും ഭക്തിനിർഭരമായ പ്രാർത്ഥനയിലൂടെയും ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മെ നയിച്ച രസി ചേച്ചിക്കും ഒത്തിരി നന്ദി. ഇന്ന് നമുക്ക് ദൈവിക സന്ദേശം തരുന്നത് ബഹുമാനപ്പെട്ട തോമസ് മേൽവട്ടത്തച്ഛനാണ്. അച്ഛൻ സീറോ മലബാർ സഭയുടെ വൈസ് ചാൻസലറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമുക്ക് സമാപന സന്ദേശവും ആശീർവാദവും നൽകുവാനായി നമ്മോടൊപ്പം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സേവ്യർ മാന്തര അച്ഛനെയും ഹൃദയംഗമായിട്ട് സ്വാഗതം ചെയ്യുന്നു. മിസ്സിയോ കൂട്ടായ്മയുടെ നെടുംതൂണായിട്ട് എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫസർ അലിസൂട്ടി ആൻറ്റിയെയും അതോടൊപ്പം ആൻറ്റിയോടൊപ്പം പ്രവർത്തിക്കുന്ന റിസോഴ്സ് ടീമിനെയും മെൻറ്റേഴ്സിനെയും എല്ലാ സബ് ഗ്രൂപ്പ് ലീഡേഴ്സിനെയും നിങ്ങളെ ഓരോരുത്തരെയും ഈ കൂട്ടായ്മയിലേക്ക് ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ വ്യവസ്ഥകളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിലെ സെക്ഷനിലൂടെ നാം മനസ്സിലാക്കി. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവസ്നേഹത്തെക്കുറിച്ച് സബ് ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കപ്പെട്ട ദൈവവചനത്തിലൂടെ ഈ ദൈവസ്നേഹത്തിൻ്റെ ആഴവും പരപ്പും നാം വ്യക്തമായിട്ട് മനസ്സിലാക്കി.
ദൈവം നമ്മിലേക്ക് ചൊരിയുന്ന ഈ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ അറിയുവാനും മനസ്സിലാക്കുവാനും നമുക്ക് കഴിയാതെ പോകുന്നില്ലേ? ഇതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ സെക്ഷൻ. രണ്ടാമത്തെ നിത്യസത്യമായ പാപാവസ്ഥയെക്കുറിച്ച് ഇന്നത്തെ സെക്ഷന്റെ പ്രൊക്ലമേഷന് വേണ്ടിയിട്ട് ശ്രീമതി ആലിസ് ചേച്ചിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് വളരെ മനോഹരമായ രീതിയിൽ നാം മനസ്സിലാക്കി. ഇന്ന് നമ്മിലുള്ള പാപാവസ്ഥകളെ കുറിച്ചാണ് നാം അറിയാൻ ശ്രമിക്കുന്നത്. എന്താണ് ഈ പാപാവസ്ഥ? അതിന്റെ പരിണിത ഫലങ്ങൾ എന്തെല്ലാം? അത് നമ്മെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ തിരുവചനം അടിസ്ഥാനമാക്കി നമുക്ക് മനസ്സിലാക്കാം. ദൈവസ്നേഹം, അളവുകളില്ലാത്ത, അതിർവരമ്പുകളില്ലാത്ത ആ സ്നേഹം നാം എല്ലാവരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ്, അനുഭവിക്കുന്നവരുമാണ്, അല്ലേ? എന്നാൽ ചിലരെങ്കിലും പലപ്പോഴും പറയുന്നത് നാം കേട്ടിട്ടുണ്ട്, അവർക്കൊക്കെ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് കിട്ടുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു മടുത്തു, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ, ഈ ദൈവത്തിന് കണ്ണില്ലേ എന്നെല്ലാമുള്ള പരാതി പറച്ചിലുകൾ. ഒരൊറ്റ ഉത്തരമേയുള്ളൂ, നമ്മിലെ പാപാവസ്ഥ. ഏശയ്യാ 59:2 നാം പ്രാർത്ഥനയിൽ ഇപ്പോൾ കേട്ട വചനം, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു, അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അതേ സഹോദരരെ, ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാനും മറ്റുള്ളവർക്ക് അത് പങ്കുവെച്ചു കൊടുക്കാനും പറ്റാത്തതിന്റെ കാരണം നമ്മിലെ പാപാവസ്ഥയാണ്. ദൈവസ്നേഹം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന ഈ പാപാവസ്ഥ അതിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് ഈ പ്രഘോഷണത്തിലൂടെ നമുക്ക് കേൾക്കാം. സങ്കീർത്തനം 51:5 പറയുന്നു, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഇതറിയാൻ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയുടെ പുസ്തകം 2-3 അധ്യായങ്ങളിലേക്ക് നമുക്ക് പോകാം. ദൈവം തന്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, ആദം. പിന്നീട് അവന് ചേർന്നൊരു തുണയെയും സൃഷ്ടിച്ചു, ഹൗവ. നമ്മുടെ ആദ്യ മാതാപിതാക്കൾ. അവർക്ക് സർവ സ്വാതന്ത്ര്യവും നൽകി എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടി അവരെ പറുദീസായിലാക്കി. CCC കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 379 പറയുന്നു, അവരെ തന്റെ ദൈവീക ജീവനിലും വിശുദ്ധിയിലും നീതിയിലും പ്രത്യേകമാം വിധം ഭാഗഭാക്കുകളാക്കി മാറ്റുക എന്നതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. എന്നാൽ അവർ ഈ പദ്ധതിയെ തകിടം മറിക്കുന്നതായി നമുക്ക് കാണാം. ആദി മാതാപിതാക്കളെ പർദീസായിലാക്കിയപ്പോൾ ദൈവം അവർക്ക് ഒരു കൽപ്പന നൽകിയിരുന്നു. നന്മ തിന്മയുടെ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നരുതെന്ന ആ കൽപ്പന അവർ ലംഘിച്ചുകൊണ്ട് ആ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നു. അനുസരണക്കേടിന്റെ പാപം. CCC 1853 പറയുന്നു, മനുഷ്യന്റെ ആത്മാവിൽ, ഹൃദയത്തിൽ സ്നേഹവും വിശുദ്ധിയും കുടികൊള്ളുന്നു. എന്നാൽ പാപത്തിന്റെ വേര് മനുഷ്യന്റെ മനസ്സിലാണ്. ആദി മാതാപിതാക്കളുടെ അനുസരണക്കേടിന്റെ ഫലമായി ദൈവം അവരുടെ ആത്മാവിൽ നിക്ഷേപിച്ചിരുന്ന സ്നേഹവും വിശുദ്ധിയും നഷ്ടമായി. ഇതാണ് ഉത്ഭവപാപം
അല്ലെങ്കിൽ ജന്മപാപമായി പിൻതലമുറകളിലേക്ക് കടന്നു വരുന്നത്. റോമാലേഖനം 5:12 വചനം പറയുന്നു, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. പ്രിയ സഹോദരരെ, ഇവിടെ നമുക്ക് കാണാനാകും, പാപം ചെയ്ത ആദവും ഹൗവയും ദൈവത്തെ ഭയപ്പെടുന്നു, ദൈവത്തിൽ നിന്നും ഓടി ഒളിക്കുന്നു, പരസ്പരം പഴിചാരുന്നു, ന്യായീകരിക്കുന്നു. എന്ന് വെച്ചാൽ അവർ തങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് അകലുന്നു, മറ്റ് മനുഷ്യരിൽ നിന്നും അകലുന്നു, സൃഷ്ടപ്രപഞ്ചത്തിൽ നിന്ന് തന്നെ അകലുന്നതായി നമുക്ക് കാണാം. പാപത്തിന്റെ പരിണിത ഫലങ്ങളാണിവ. ദൈവിക ജീവനിൽ വിശുദ്ധിയോടുകൂടി സന്തോഷത്തോടെ ജീവിക്കാൻ വിളിക്കപ്പെട്ട ആദിമാതാപിതാക്കൾ പിശാചിനാൽ പ്രലോഭിതരായി ദൈവകൽപ്പന ലംഘിച്ചതോടെ അവർ പർദീസായിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ഇതാണ് സഹോദരരെ നമുക്കും സംഭവിക്കുന്നത്. നാം പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണ വലയം നമുക്ക് നഷ്ടമാകുന്നു. നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ മറന്നുപോകുന്നു. അതിനാൽ തന്നെ ആ സ്നേഹപിതാവിന്റെ അളവുകളില്ലാത്ത സ്നേഹം നമുക്ക് അനുഭവിക്കാനും പകർന്നു കൊടുക്കാനും സാധിക്കാതെ വരുന്നു. ഉദാഹരണത്തിന്, നെറ്റ് കണക്ഷൻ നഷ്ടപ്പെട്ടാൽ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന നമുക്ക് പരസ്പരം കാണാൻ സാധിക്കുമോ? സംസാരിക്കാൻ സാധിക്കുമോ? അതുപോലെ നാം പാപം ചെയ്യുമ്പോൾ ദൈവവും നാമും തമ്മിലുള്ള കണക്ഷൻ നഷ്ടപ്പെടുകയും നമ്മുടെ ശരീരവും ആത്മാവും നശിക്കുകയും ചെയ്യുന്നു. ഇതേപ്പറ്റി പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം എനിക്ക് ഓർമ്മ വരികയാണ്. നല്ല ദൈവവിശ്വാസത്തിലും ആത്മീയതയിലും വളർന്നു വന്ന ഞാൻ വിവാഹശേഷം ബോംബെയിലെത്തിയപ്പോൾ കണ്ടത് മറ്റൊരു ലോകമായിരുന്നു. നാഗരികതയുടെയും ആധുനികതയുടെയും മിശ്രിത സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും ഒക്കെ വ്യത്യസ്തമായ ലോകം. ഞാനും ക്രമേണ ആ വ്യത്യസ്തതയിലേക്ക് ആകർഷിക്കപ്പെട്ടു. എൻ്റെ ഹസ്ബൻഡിന്റെ ചിന്താഗതി, എല്ലാ വിശ്വാസങ്ങളും ആരാധനകളും സംസ്കാരങ്ങളും പലതാണെങ്കിലും ദൈവം ഒന്നു തന്നെ, പല പേരുകളിൽ വിളിക്കപ്പെടുന്നു എന്ന് മാത്രം. മനുഷ്യന്റെ മനസ്സും പ്രവൃത്തിയുമാണ് നന്നാകേണ്ടത് എന്ന പൊതുവായ ഒരു കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിന്. ഞാനും പതുക്കെ പതുക്കെ ആ കാഴ്ചപ്പാടിലേക്ക് മാറി. ഞങ്ങളുടെ ആത്മീയ ജീവിതം മുരടിച്ചു. ഞങ്ങൾ തീർത്തും ലൗകികരായി മാറി. എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുവാനും വിമർശിക്കാനും ദൈവകൽപ്പനകളെ ധിക്കരിക്കാനും സഭയെ പോലും നിഷേധിക്കാനും തുടങ്ങി. ക്രമേണ ഈ സ്വഭാവം ഞങ്ങളുടെ കുടുംബ ജീവിതത്തെയും താളം തെറ്റിച്ചു. എന്റെ ജോലിയും ഉയർച്ചയുമെല്ലാം എന്റെ കഴിവുകൊണ്ടാണെന്നൊരു അഹങ്കാരവും എന്നിൽ തലപൊക്കിയിരുന്നു. ഞങ്ങൾ പരസ്പരം പഴിചാരാനും കുറ്റപ്പെടുത്താനും സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ തീരുമാനിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 2000 ഞങ്ങളുടെ മകന് പെട്ടെന്നുണ്ടായ ഒരു അസുഖം ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റായി മാറി. ഞങ്ങളുടെ കുറവുകളെല്ലാം ഞങ്ങൾ തുടർന്ന് ധ്യാനം കൂടിയപ്പോൾ ഞങ്ങളുടെ കുറവുകൾ കണ്ടെത്താനും പാപാവസ്ഥകൾ മനസ്സിലാക്കാനും സാധിച്ചു. ദൈവത്തെ വീണ്ടും ഞങ്ങൾക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞു. അതിനുശേഷം ദൈവസ്നേഹം അനുഭവിക്കാനും അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനും ഞങ്ങൾക്ക് ധൃതിയായിരുന്നു. അത് ദൈവത്തിലേക്കുള്ള ഒരു യു-ടേണായി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയായിരുന്നു. അന്ന് എന്നെ ശക്തിപ്പെടുത്തിയ ഒരു വചനമായിരുന്നു ബാറൂക്കിന്റെ പുസ്തകം 4:28. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ എന്ന തിരുവചനം. ദൈവം തന്ന കഴിവുകൾ ദൈവത്തിന്റെ ദാനമാണെന്ന വിശ്വാസത്തോടെ ഞാൻ ആ കഴിവുകളെല്ലാം ദൈവത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. എന്റെ ഈ അനുഭവം ഓർക്കുമ്പോൾ ഇന്നും എനിക്ക് ഓർമ്മ വരുന്നത് ആദിമാതാപിതാക്കളെയാണ്. അവർ ചെയ്ത തെറ്റും അതിന്റെ പരിണിത ഫലങ്ങളുമാണ് എനിക്കും സംഭവിച്ചത്. അതേ സഹോദരരെ, ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. സൃഷ്ടാവായ ദൈവത്തിന്റെ സ്നേഹം മറന്ന് പിശാചിന്റെ അടിമകളായി ജീവിക്കുന്ന നമ്മുടെ അവസ്ഥകളെ പറ്റി യോഹന്നാൻ 8:34 വചനം പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാകുന്നു. ഉദാഹരണത്തിന്,
ഞാൻ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഞാൻ ദേഷ്യമെന്ന പാപത്തിന്റെ അടിമയാണ്. എന്നിൽ കളവ് പറയുന്ന ശീലമുണ്ടെങ്കിൽ ഞാൻ ആ പാപത്തിന്റെ അടിമയാണ്. അങ്ങനെയെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, നാം എത്രമാത്രം പാപങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുള്ള വ്യക്തികളാണെന്ന നമ്മുടെ ദയനീയ അവസ്ഥ. എന്നാൽ നമുക്കിത് മനസ്സിലാകുന്നില്ല. കാരണം നാം പാപത്തോടെ ജനിച്ചവർ, പാപത്തിന്റെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നവർ, നന്മയും തിന്മയും തിരിച്ചറിയാതെ പാപത്തിന്റെ സ്വാധീനത്തിൽ വളരുന്നവർ. ഇതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ. റോമാലേഖനം 7:15 പൗലോസ് ശ്ലീഹ പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഇച്ഛിക്കുന്നതെല്ലാം വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. തുടർന്ന് ശ്ലീഹ പറയുകയാണ്, ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ് എന്നും പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ആശ്വസിക്കാൻ പറ്റുമോ? ഇല്ല സഹോദരരെ. അതുകൊണ്ടാണ് റോമ 7:19 അപ്പസ്തോലൻ പറയുന്നത്, ഇച്ഛിക്കുന്ന നന്മയെല്ലാം ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന്. ഉദാഹരണമായി, നാം എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു. ഇനി പാപം ചെയ്യുകയില്ല എന്ന പ്രതിജ്ഞയും ചെയ്തു. എന്നാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ നാം അറിയാതെ ആ പാപത്തിൽ തന്നെ വീണുപോകുന്ന അവസ്ഥ. ഇതിന് കാരണമായി ശ്ലീഹ പറയുന്നത്, നമ്മുടെ മനസ്സിന്റെ നിയമം നമ്മുടെ അവയവങ്ങളിലുള്ള പാപത്തിന്റെ നിയമത്തിനെ നമ്മെ അടിമപ്പെടുത്തുന്നത് കൊണ്ടാണ് എന്നാണ്. അതുകൊണ്ടാണ് റോമ 7:24 പൗലോസ് ശ്ലീഹ വിലപിക്കുന്നത്, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? അതിനുള്ള ഉത്തരം റോമ 3:23 എല്ലാവരും പാപം ചെയ്ത് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. പക്ഷേ ആ രക്ഷ സ്വന്തമാക്കണമെങ്കിൽ ശ്ലീഹ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. റോമ 6:6 നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതായത് നമ്മിലുള്ള പാപാവസ്ഥകളാകുന്ന പഴയ മനുഷ്യനെ നാം ഉപേക്ഷിക്കാൻ തയ്യാറാകണം. നിങ്ങൾ തയ്യാറാണോ സഹോദരരെ? എങ്കിൽ ഇവിടെ വിശുദ്ധ അഗസ്ത്യന്റെ വാക്കുകളെ കൂടി നമുക്ക് ഓർക്കാം. നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ സഹായം കൂടാതെ നിന്നെ രക്ഷിക്കാനാകയില്ല. അതെ സഹോദരരെ, നമ്മുടെ ഭാഗത്തു നിന്നും നാം ആദ്യം യെസ് പറയണം. സങ്കീർത്തനം 51:9 പറയുന്നത് പോലെ, എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ, എന്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ എന്ന് സങ്കീർത്തകനോടൊപ്പം നമുക്കും നിലവിളിക്കാം. അപ്പോൾ ദൈവസന്നിധിയിൽ നാം നീതീകരിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത വിധം ഞങ്ങളുടെ ഹൃദയം പാപത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളെ അടിമപ്പെടുത്തിയിരിക്കുന്ന പാപാവസ്ഥകളെ കണ്ടെത്തി യഥാർത്ഥമായ അനുതാപത്തിലൂടെയും വിശുദ്ധീകരണത്തിലൂടെയും ഞങ്ങളിലുള്ള പാപാവസ്ഥകളാകുന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് അങ്ങയുടെ അനന്തമായ സ്നേഹം അനുഭവിക്കാനും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നന്ദി. നിർത്തുന്നു. ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം നമ്മുടെ ഉള്ളിലുള്ള പാപാവസ്ഥയാണെന്നും അതുപോലെ തന്നെ പാപം മൂലം മരണം ജീവിതത്തിലേക്ക് കടന്നു വരുന്നെന്നും, അതായത് ദൈവീക ജീവൻ നഷ്ടപ്പെടുന്നുവെന്നും, പാപം മൂലം ദൈവത്തിന്റെ സംരക്ഷണ വലയം നഷ്ടപ്പെടുന്നുവെന്നും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അലിസേച്ചി നമ്മളെ ബോധ്യപ്പെടുത്തി. അലിസേച്ചിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അടുത്തതായിട്ട് ടെസ്റ്റിമണിക്കായിട്ട് മേരി ചേച്ചിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഞാൻ മേരി വർഗീസ്, ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്, രാമമൂർത്തി നഗറിൽ. ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. എൻ്റെ ഹസ്ബൻഡ് IT റിട്ടയർഡ് ആണ്. ഞാൻ മിസ്സിയുടെ 10ാമത്തെ ബാച്ചിലാണ് കയറിയത്.
10, 11, 12, 13, 14 ബാച്ചുകളിൽ ഞാനുണ്ട്. ജോഷുവ 3:5 നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഇനി ഞങ്ങളുടെ ജീവിത കഥയിലേക്ക് നമുക്ക് കടക്കാം. 1974 ഞങ്ങളുടെ വിവാഹം നടന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്നെ ബാംഗ്ലൂരിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഞാനൊരു വയനാട്ടിലെ ഒരു ഗ്രാമീണ പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് പട്ടണ ജീവിതവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കുറച്ച് കാലതാമസം എടുത്തു. എങ്കിലും ഞാൻ വളരെയധികം പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. വിവാഹ ജീവിതത്തിലോട്ട് കടന്നു വന്നപ്പോൾ എനിക്ക് വളരെയധികം സഹനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ. എൻ്റെ വിവാഹത്തിന്റെ ആദ്യ നാളുകൾ ദുഃഖദുരിതമായിരുന്നു. എങ്കിലും എനിക്കത് പിടിച്ചു നിൽക്കാൻ പറ്റി. എൻ്റെ ഹസ്ബൻഡ് ആദ്യം മിലിറ്ററിയിലായിരുന്നു, പിന്നീടാണ് IT-യിൽ ചേർന്നത്. ആദ്യമേ അദ്ദേഹം ഒരു മുൻകോപി കൂടിയായിരുന്നു. എന്നാലും ഞാൻ ഒന്നും പറയുകയില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയാകും. എന്നാലും എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഞങ്ങൾക്ക് 2 കുട്ടികൾ ജനിച്ചു. മൂത്തയൊരാണും രണ്ടാമതും ഒരാൺകുട്ടി. 1.5 വയസ്സ് ഉള്ളപ്പോൾ മൂത്ത മകന് എപ്പിലെപ്സി വന്നു. 3 വയസ്സിന്റെ വ്യത്യാസം രണ്ടുപേരും. 1.5 വയസ്സുള്ളപ്പോൾ മൂത്ത മകന് മയക്ലോണിക് എപ്പിലെപ്സി, അതൊരു തരം അപസ്മാരമാണ്. രണ്ടാമത്തെ മോന് 3.5 വയസ്സുള്ളപ്പോൾ ഒരു ടെമ്പർ ലോബ് എപ്പിലെപ്സി എന്ന് പറയും, അത് ഒരു തരം അപസ്മാരമാണ്. ഈ അപസ്മാരം വന്നപ്പോൾ ഞങ്ങൾ അതിന് സോഡിയം ആൽപ്പറേറ്റ് എന്ന മരുന്ന് മൂത്ത മകനും രണ്ടാമത്തെ മകന് എംടോയിൻ എന്ന മരുന്നും കൊടുക്കാൻ തുടങ്ങി. അത് കൊടുത്തുകൊണ്ടേയിരുന്നു. അസുഖം വന്നുകൊണ്ടേയിരുന്നു. ആ അസുഖം ഈ മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നാൽ പോലും അസുഖം വന്നുകൊണ്ടേയിരുന്നു. അതിന് സൈഡ് എഫക്റ്റ് ഉള്ള മരുന്നായിരുന്നു. ഇളയ മകനെ കിട്ടുമെന്നേ ഞങ്ങൾ വിചാരിച്ചില്ല. മൂത്ത മകനും ഇത് എപ്പോഴും വന്നുകൊണ്ടേയിരുന്നു. അവൻ വീഴത്തില്ല. ചെറിയ മോനെ പനി വരുമ്പോഴായിരുന്നു അസുഖം വരുന്നത്. ആ മരുന്ന് അങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. അസുഖങ്ങളും വന്നുകൊണ്ടിരുന്നു. ഡോക്ടർ പറഞ്ഞു അസുഖത്തിന്റെ തീവ്രത കുറയും മരുന്ന് കൊടുത്താൽ, പക്ഷേ മരുന്ന് നിർത്തരുത് എന്ന് പറഞ്ഞു. ഒരു കോഴ്സ് 5 വർഷം. 5 വർഷം കഴിഞ്ഞ് വീണ്ടും നിർത്തും. 2 പേർക്കും കൊടുത്തുകൊണ്ടായിരുന്നു. ഒരു കോഴ്സ് 5 വർഷം. 5 വർഷം കഴിഞ്ഞ് വീണ്ടും വരും. വീണ്ടും 5 വർഷം. വീണ്ടും നിർത്തി. വീണ്ടും വന്നു. വീണ്ടും 5 വർഷം നിർത്തി. വീണ്ടും വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്ന് നിർത്തുകയേ വേണ്ട, കണ്ടിന്യൂ ചെയ്യണമെന്ന്. ചെറിയ മോനും നിർത്തിയതേയില്ല. നിങ്ങൾ കുട്ടികൾക്ക് മരുന്ന് ലൈഫ് ലോങ് കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതിന്റെ തീവ്രത കുറയും എന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾ 2 മരുന്നിന് സൈഡ് എഫക്റ്റ് ഉള്ള മരുന്നാ. മൂത്ത മകന് ലിവർ ഇൻഫെക്ഷൻ വരുമോ എന്ന് അപ്പോഴപ്പോൾ പോയി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ചെറിയ മകൻ ഒരു ദിവസം എംടോയിൻ കൂടിപ്പോയിട്ട് അവൻ സംസാരിച്ചതേയില്ല. ഒരു ദിവസം അവന് കിട്ടുമെന്ന് ഞങ്ങൾ ഓർത്തില്ല. സ്റ്റിഫായിരുന്നു. ആ മരുന്ന് കൊടുത്തിട്ട് അപ്പോൾ അവർ ഡോസ് കൂട്ടിക്കൊടുത്തു. അങ്ങനെയാണ് പിന്നീട് അത് കുറച്ച് സമാധാനമായത്. പിന്നെ പഠിപ്പിക്കാനോ ഒന്ന് ഹോംവർക്ക് ചെയ്യിപ്പിക്കാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റില്ല. എപ്പോഴും ഡ്രൗസിനെസ് ആ കുട്ടികൾക്ക്. അതുകൊണ്ട് അത് വല്ലാത്തൊരു ഒരവസ്ഥയിലായിരുന്നു കുട്ടികളുടെ സ്ഥിതി. എൻ്റെ ഹസ്ബൻഡ് അന്നൊക്കെ കുടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ആള് നല്ല ദേഷ്യക്കാരനുമായിരുന്നു. ആര് പറഞ്ഞാലും ഒന്നും കേൾക്കില്ല. ആരെയും ഒന്നും വകവയ്ക്കത്തുമില്ല. ആരോടും ക്ഷമിക്കുകയുമില്ല. എന്നാൽ എല്ലാരെയും പറഞ്ഞ് നല്ല രസിപ്പിക്കും വർത്തമാനം പറഞ്ഞ്. എങ്ങനെയാന്നോ, മറ്റുള്ളവരെ അനുകരിച്ചും അവരെ കുറ്റം പറഞ്ഞും വിമർശിച്ചും അവരെ പരിഹസിച്ചും ഒക്കെയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കൈയടി മേടിക്കാനും വലിയ ഇഷ്ടമായിരുന്നു. കാരണം അദ്ദേഹം ഒരു കലാകാരന്, സാമൂഹിക പ്രവർത്തകനൊക്കെ ആയി. അപ്പം ഏത് രീതിയിലും നല്ല കൈയടി കിട്ടും. അത് ഏത് രീതിയിലായാലും അതിന് വലിയ സന്തോഷമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ
അന്യായങ്ങൾക്കും തെറ്റായ ആ ധാരണകൾക്കും എല്ലാം ഞാൻ കൂട്ടുനിൽക്കണം, ഇല്ലെങ്കിൽ കോപിക്കും. അതുപോലെ തന്നെ ഇത് രാത്രിയാണെന്ന് പറഞ്ഞാൽ ഞാനത് പകല് രാത്രിയാണെന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കണം. അതുപോലെ ഈ എല്ലാ കാര്യത്തിനും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്വഭാവം തമ്മിൽ ഭയങ്കര അന്തരം. അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും ഞാനതെല്ലാം ഒന്നും പറഞ്ഞില്ല. ഞാനതെല്ലാം സൈലന്റായി ഒന്നും പുറത്തു കാട്ടിയില്ല. സൈലന്റ് ആയിട്ട് മനസ്സിൽ വെച്ച് ദൈവത്തോട് മൗനമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ പാവാന്തകാരത്തിലെ ഈ ജീവിതം, ഈ പാവാന്തകാരത്തിലെ ഈ ജീവിതം വളരെ നാൾ നീണ്ടു നിന്നു. എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ പോലും എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടാറില്ല. അതുപോലെ തന്നെ കുട്ടികൾ ഒരു സൈഡില് കുട്ടികളുടെ ഭാവിയില്ലാത്ത കുട്ടികളുടെ ആ ജീവിതം ഓർത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട്, നീറുന്ന മനസ്സ്, ഇതെല്ലാം ഉള്ള ഒരു വല്ലാത്തൊരു അവസ്ഥ. ദൈവത്തോട് ചോദിക്കാൻ പലപ്പോഴും ചോദിക്കാൻ പാടില്ലാത്ത പല ചോദ്യങ്ങളും ഞാൻ ദൈവത്തോട് ചോദിച്ചു പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഞങ്ങൾ ആ ജീവിതം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിക്കൊണ്ട് പോയത്. അപ്പോഴാണ് അവിടെ 1993 ഒരു കരിസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പ് വന്നു. ഞങ്ങളും അതിൽ ചേർന്നു. അവിടെ എന്താണ് പേര്, സെൽവരാജ് എന്ന് പറഞ്ഞ ഒരു ബ്രദർ വന്നു. നല്ല ഒരു പ്രാർത്ഥനയും വചനപ്രഘോഷണവും എല്ലാം നടത്തി. ഞങ്ങൾക്കത് വളരെ ഇഷ്ടമായി. അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ കുട്ടികളുടെ കാര്യം ആ ബ്രദറിനോട് പറഞ്ഞ് അപ്പൊ ആ ബ്രദർ എന്ത് പറഞ്ഞു, കുട്ടികളെ കാണണമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് ആ ബ്രദർ ഞങ്ങളുടെ കൂടെ വന്ന് കുട്ടികളെ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം, മറ്റുള്ളവരോട് ക്ഷമിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. മറ്റുള്ളവരോട് ക്ഷമിക്കുകയും ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അതിന് ഗുളിക കൊടുക്കണ്ട, കുട്ടികളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, എല്ലാം ശരിയായിക്കൊള്ളുമെന്നാണ് ആ ബ്രദർ പറഞ്ഞത്. ഞങ്ങൾ അപ്രകാരം തന്നെ ഗുളിക നിർത്തി, രണ്ടുപേരുടെയും മരുന്ന് നിർത്തി. 1 മാസം കൊണ്ട് ഹാഫ് ടാബ്ലറ്റ് വീതം കുറച്ച് 1 മാസം കൊണ്ട് മരുന്ന് നിർത്തി. എന്നിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ രാത്രിയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും, അതുപോലെ തന്നെ രാവിലെ എണീറ്റ് ഞങ്ങൾ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും കുട്ടികളുടെ തലയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും എല്ലാം വഴക്ക് പറഞ്ഞു, പിള്ളേരുടെ മരുന്ന് നിർത്തിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. അപ്പം ആ അപ്പച്ചനും അമ്മച്ചിയും വഴക്ക് പറഞ്ഞു, എന്തിനാണ് മരുന്ന് നിർത്തിയത്, ഇതിന്റെ ആവശ്യമുണ്ടോ, മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൊടുത്തില്ല. പകരം ഞങ്ങൾ രണ്ടുപേരും തീരുമാനം എടുത്തു, മരുന്ന് കൊടുക്കുന്നില്ല, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ ഞങ്ങളിങ്ങനെ വളരെ മനസ്സുരുകിയാണ് പ്രാർത്ഥിക്കുന്നത്, വളരെ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. തലയിൽ കൈവച്ചിട്ട്, കർത്താവേ കുട്ടികളെ സൗഖ്യപ്പെടുത്തണമേ, ഇവരുടെ നീയാണല്ലോ ദിവ്യ വൈദ്യനും ഔഷധവും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നേ. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ എന്റെ ഹസ്ബൻഡിന് മാറ്റം വന്നു. എന്റെ ഹസ്ബൻഡ് കുടി നിർത്തി, വലി നിർത്തി, പിന്നെ എല്ലാവരോടും ക്ഷമിക്കാൻ തുടങ്ങി. പിന്നെ വന്നിട്ട് ഞങ്ങളുടെ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞു. കുട്ടികൾക്ക് പ്രാർത്ഥന ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. 1 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു. കുട്ടികൾക്ക് ഒന്നുമില്ല. പുള്ളിക്കും എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാം മാറ്റം. കുട്ടികൾക്ക് ഒന്നുമില്ല. ഞങ്ങൾ ഈ കാര്യം ഡോക്ടറോട് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെ സംഭവിക്കാം. എന്നുവെച്ചാൽ തിയോളജി ആൻഡ് സൈക്കോളജി ബ്രദേഴ്സ് എന്ന് പറഞ്ഞു ആ ഡോക്ടർ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം ഏറ്റവും ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണിത്. എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല.
എൻ്റെ ഭർത്താവുണ്ടല്ലോ, ഭർത്താവ് ആകെ മാറി, ആളാകെ മാറിപ്പോയി. അതാണ് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഭർത്താവ് വളരെ ആത്മീയമായി വളർന്നു, വളരെ ശാന്തശീലനും സൗമ്യനുമായി തീർന്നു. ഞങ്ങളുടെ അവിടെ വീട്ടിൽ പ്രാർത്ഥന ഒരിക്കലും മുടക്കിയിട്ടില്ല. പിന്നീട് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പങ്കെടുക്കും. എല്ലാം വലിയൊരു മാറ്റം. ആദ്യത്തെ ആളേ അല്ല, കുട്ടികളും മാറി. കുട്ടികൾക്കും പ്രാർത്ഥനയിൽ വലിയ വിശ്വാസമാണ്. അവര് വന്ന് എപ്പോഴും ഇത്ര വലുതായിട്ട് ഞങ്ങളുടെ ഇടയ്ക്ക് വന്ന് കൈവെപ്പ് പ്രാർത്ഥന സ്വീകരിക്കും. ഞങ്ങളുടെ അടുത്ത് വന്ന്, മമ്മി, ഡാഡി, ഞങ്ങളെ പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് കൈവെപ്പ് പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞ് അവരാവശ്യപ്പെടും. അവരും മിടുക്കരായി. അവരുടെ സ്വഭാവവും എല്ലാം യാതൊരു ശീലങ്ങളൊന്നുമില്ല. കുട്ടികൾ സെറ്റിൽഡായി. 2 റോമ 2:2. നിങ്ങളുടെ ജീവിതം സഹോദരരെ 2 റോമ, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. പ്രത്യുത മനസ്സിന്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 റോമ 2:2. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. അതേ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ജീവിതം അതുപോലെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ ദൈവം സംപ്രീതനായി ഞങ്ങളെ അനുഗ്രഹിച്ചു. അതാണ് ഇവിടെ നടന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുകയും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോ ദൗത്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ദൗത്യങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ സന്തോഷത്തോടെ നമ്മൾ ചെയ്യണം. ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കുക. ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും നമ്മൾ പാലിക്കുക. ദൈവത്തിന്റെ തിരുവചന സത്യങ്ങൾ നമ്മുടെ ഹൃദയബലത്തിൽ നമ്മൾ സൂക്ഷിക്കണം. ഹൃദയശുദ്ധിയോടുകൂടി ദൈവത്തിനോട് ചേർന്നിരുന്നുകൊണ്ട് ആ ദൈവസ്നേഹം നുകർന്നുകൊണ്ട് അത് മറ്റുള്ളവർക്ക് നമ്മൾ പങ്കുവയ്ക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുകയും നമ്മൾ ജീവിക്കുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തില് നമുക്ക് ദൈവം എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒരിക്കലും മറക്കരുത്. നമ്മൾ ആ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കാൻ പാടില്ല. എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ആ അനുഗ്രഹം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ ജീവൻ എനിക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹത്തിന് ഉപകാരമായിട്ട്, അതിന് പ്രത്യുപകാരമായിട്ട്, അല്ലെ അതിന് പകരമായിട്ട് എനിക്ക് കൊടുക്കാൻ ഒന്നുമില്ല. അതിന് ഞാൻ എൻ്റെ ജീവിതം തന്നെ ദൈവത്തിന് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് പൂർണ്ണമായിട്ടും. ഞാൻ ദൈവഹിതപ്രകാരം ഞാൻ ജീവിക്കുകയും ദൈവത്തിന്റെ ആ ഫലങ്ങൾ ഞാൻ ധാരാളമായി പുറപ്പെടുവിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ അതിന് വചനപ്രഘോഷണം, ദൈവസ്നേഹം, അതിനു മുമ്പ് സ്നേഹനിർഭരമായ നിർഭരമായ ഒരു ഹൃദയവും ഞാൻ ദൈവത്തിന് നൽകുന്നു. വചനപ്രഘോഷണം എൻ്റെ കടമയാണ്. തീർച്ചയായും ഞാനത് ചെയ്തിരിക്കും. അതിനായി ഓരോ നിമിഷവും ഞാൻ ഒരുങ്ങിയിരിക്കും. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു മേരി ചേച്ചി. സങ്കീർത്തനം 39:11 ഇങ്ങനെയാണ് പറയുന്നത്: പാപം നിമിത്തം അങ്ങ് മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെ ഒരു കീടത്തെ എന്നതുപോലെ നശിപ്പിക്കുന്നു എന്ന് വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നു. ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ രോഗമായിരിക്കാം ആ മാതാപിതാക്കളെ പൂർണ്ണമായ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സഹായിച്ചത്. ആ ദൈവസ്നേഹത്തിലേക്ക് മാതാപിതാക്കൾ കടന്നു വന്നപ്പോൾ കർത്താവ് ആ കുഞ്ഞുങ്ങളെ അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടുത്തിയ വളരെ ഹൃദയസ്പർശിയായ ഒരു ജീവിത അനുഭവം നമ്മളെ കേൾക്കുകയുണ്ടായി. മേരി ചേച്ചിക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തതായിട്ട് സ്ലൈഡ് പ്രസന്റേഷന് വേണ്ടിയിട്ട് ഡോക്ടർ AJ അഗസ്റ്റിൻ സഹോദരനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും
വചനത്തിന്റെ പിൻബലത്തില് നമ്മൾ മനനം ചെയ്യുകയായിരുന്നു. ഞാൻ ഏതവസ്ഥയിലാണെന്ന് നോക്കാതെ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ പറ്റി നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ട് കഴിഞ്ഞപ്പോഴേ ഇതെന്റെ ജീവിതത്തില് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുമോ, എന്നെ അങ്ങനെ ദൈവം സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ മനുഷ്യന്റെ സഹജമായിട്ടുള്ള സംശയം കൊണ്ട് പലപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം. പൂർവ്വപിതാവായ ജോസഫിനെയും വിക്കനായിരുന്ന മോശയെയും ഒക്കെ എത്രമാത്രം ദൈവം ഉയർത്തി എന്നൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞപ്പോഴേ തീർച്ചയായിട്ടും എന്നെയും ദൈവം അതേ രീതിയിൽ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്ന് വചനങ്ങളിലൂടെ ഓരോ ദിവസത്തെയും വേർഡ് ഓഫ് ദി ഡേയിലെ റിഫ്ലക്ഷൻസ് ഒക്കെ കണ്ടപ്പോഴേ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. എന്നാൽ ആ ദൈവസ്നേഹം അത് സ്വയം അനുഭവിക്കണമെന്നും മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നും കൂടി നാം മനസ്സിലാക്കി. പക്ഷെ പലപ്പോഴും നമുക്കതിന് സാധിക്കാതെ പോകുന്നത് ഒരു ദൈവ കുടുംബമായിട്ട് ദൈവത്തോടൊപ്പം ആദ്യ മാതാപിതാക്കൾ പർദീസയിൽ ആയിരുന്നത് പോലെ ആവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചെങ്കിലും പലപ്പോഴും അതിന് സാധിക്കാതെ പോയത് ദൈവത്തിന്റെ ആ പദ്ധതിയോട് നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ചെയ്ത നിഷേധം കൊണ്ടാണ് എന്ന് നാം ഇന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അതിനെയാണ് നമ്മൾ പാപാവസ്ഥ എന്നതുകൊണ്ട് മനസ്സിലാക്കാൻ പോകുന്നതും ഉദ്ദേശിക്കുന്നതും. ഇവിടെ നമ്മൾ സ്ലൈഡില് ഒരു പടം കാണുന്നുണ്ട്. വളരെ ബലിഷ്ഠനായി നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ, അവനെ പക്ഷേ ഒരു വലിയ ഭാരമുള്ള വസ്തുവിലേക്ക് വലിയൊരു തുടല് കൊണ്ട് കൂട്ടപ്പെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ നിസ്സഹായ അവസ്ഥ ഓർത്ത് തല കുമ്പിട്ടിരിക്കുന്നതാണ് നാം കാണുക. തോബിത്ത് 12:10 നമ്മൾ വായിക്കുകയാണ്, പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജീവൻ തന്നവന്റെയും കൂടി ശത്രുവാണ് എന്ന് മനസ്സിലാക്കുന്നതിലെ തെറ്റില്ലല്ലോ. പാപാവസ്ഥ എന്താണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹം അനുഭവിച്ചറിയുവാനും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കുവാനും തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ പാപാവസ്ഥയാണ്. നമുക്കത് കുറച്ചുകൂടി വിശദമായിട്ട് വചനത്തിന്റെ പിൻബലത്തിലെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദൈവിക പദ്ധതി എന്തായിരുന്നു? ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ദൈവരാജ്യത്തിന്റെ സ്നേഹാനുഭവം ലോകത്ത് കൊണ്ടുവരുവാനുള്ള ഒരു പദ്ധതിയിലാണ് ദൈവ മനുഷ്യനെ ഉൾച്ചേർത്തത്. ഉൽപ്പത്തി പുസ്തകം 1:26-27 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. എന്നിട്ട് അങ്ങനെ സൃഷ്ടിച്ച ആ മനുഷ്യൻ എന്തൊക്കെ നൽകിയെന്ന് കൂടി അടുത്ത വചനം പറയുന്നു. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ എഴയുന്ന സകല ജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവനെ സൃഷ്ടിച്ചു. അപ്പോൾ ഈ ലോകത്തിലെ സൃഷ്ടി കൊണ്ടിട്ടുള്ള സകല മനുഷ്യരും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആദ്യ മാതാപിതാക്കളും അങ്ങനെ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ദൈവം അവരെ പർദീസയിലാക്കി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവം അനുഭവിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലാക്കി. എന്നാൽ എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന് നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. മനോഹരമായ ഈ ദൈവിക പദ്ധതിയെ മനുഷ്യൻ നിരാകരിച്ചു. നമ്മൾ വായിക്കുന്ന 3-ാം അധ്യായത്തിലെ 1 മുതൽ 7 വരെയുള്ള ആ വചനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്, ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. ആ സർപ്പം സ്ത്രീയോട് ചോദിക്കുകയാണ്,
തോട്ടത്തിലെ ഏതെങ്കിലും പഴം തിന്നരുതെന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ, അല്ലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീ പറയുകയാണ്, എല്ലാ വൃക്ഷത്തിന്റെയും ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിന് നടുവിലെ വൃക്ഷത്തിലെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുകയോ അരുത്, അത് ചെയ്താൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ദൈവം കൊടുത്ത കൽപ്പനയായിരുന്നു. അത് തന്നെയാണ് ഹൗവ കൗശലക്കാരനായ സർപ്പത്തോട് പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേ എന്താണ് സർപ്പം ചെയ്തതെന്ന് വചനം നമ്മൾക്ക് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ്. അത് എന്താണെന്ന് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത് പോലെയാണ് സംഭവിക്കുക. ശത്രു അല്ലെങ്കിൽ കളവ് പറയുന്നവൻ അല്ലെങ്കിൽ പിശാച് സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുകയാണ്. എങ്ങനെയാണ് സംശയം ഉണ്ടാക്കിയത്? നിങ്ങൾ അത് കഴിച്ചാൽ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞിട്ടാണ് സംശയം. നോക്കുക, പിശാചിന്റെ കൗശലം ഇതാണ്. ഒന്ന്, നമുക്കുള്ളത് ഉണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് ഇല്ലാതാക്കുക, അങ്ങനെ നമ്മളിൽ ഒരു സംശയം ഉണ്ടാക്കുക. രണ്ട്, നമുക്ക് ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ സംശയത്തിന് നിഴലിലാക്കുക. ഇവിടെ സംഭവിച്ചത് ആദ്യം പറഞ്ഞതാ. ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേ അവരെ ദൈവം തന്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചതെന്ന് വചനം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ അവരായിരുന്ന അവസ്ഥ ദൈവത്തെ പോലെ ആയിരുന്നു. എന്നാല് ആ അവസ്ഥയിൽ അവരോട് പറയുകയാണ്, ഈ പഴം തിന്നുകയാണെങ്കിൽ എന്താണോ തിന്നരുതെന്ന് പറഞ്ഞിരിക്കുന്നത്, എന്താണോ നിങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞത്, അത് നിങ്ങൾ ഒന്ന് തൽക്കാലത്തേക്ക് മറന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. പക്ഷെ ദൈവം പറഞ്ഞിരുന്നത് എന്താണെന്ന് നമ്മൾ ഓർക്കണം. അത് കഴിക്കുന്ന ദിവസം നീ മരിക്കും. മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ മരണമല്ല എന്ന് ഇപ്പോഴേ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പുറത്തു പോവുക എന്നതാണ്. സാത്താന്റെ പ്രലോഭനത്തില് അകപ്പെട്ട് അവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചത് വഴി മനുഷ്യൻ എന്നേക്കുമായി സാത്താന്റെ അടിമയാക്കപ്പെട്ടു. അതെങ്ങനെയാ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരാം. നമുക്ക് അതിനെ മനസ്സിലാക്കാൻ ഇന്നത്തെ നമ്മുടെ ലോകത്തിലെ നമുക്കൊരാവശ്യത്തിന് വേണ്ടി നമ്മളുടെ ഉള്ള സ്വത്ത് മുഴുവൻ നമ്മൾ പണയം വെച്ചിട്ട് അല്ലെങ്കിൽ ബാങ്കിന് സെക്യൂരിറ്റി കൊടുത്തിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് ഭീമമായൊരു തുക നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, വളരെ വലിയ സ്വപ്നങ്ങൾ അത് ഫലവത്താക്കാൻ വേണ്ടിയിട്ട് എടുത്തു. എന്നാൽ നമ്മുടെ ആ പദ്ധതി നമ്മൾ വിചാരിച്ചതുപോലെ ഭംഗിയാക്കാൻ സാധിച്ചില്ല. നമ്മൾ തിരിച്ചടച്ചോളാമെന്ന് പറഞ്ഞിരുന്ന ആ പണം അല്ലെങ്കിൽ അടവ് നമുക്ക് സമയത്തിന് കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് ബാങ്കിൽ പോയി ലോൺ തരുന്ന സമയത്ത് നമ്മൾ ഒപ്പിട്ട് കൊടുത്ത ഒത്തിരി പേജുകളുണ്ടെന്ന് നമുക്കറിയാം. മുഴുവൻ വായിക്കാൻ നമുക്ക് ആർക്കും സാധിക്കത്തില്ല. കാരണം പലതും നിയമപരമായിട്ടുള്ള ക്ലോസുകളും കാര്യങ്ങളുമാണ്. ചിലത് നമുക്ക് മനസ്സിലാവില്ല. ഇനി മനസ്സിലായാൽ തന്നെയും പൈസ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ അതെല്ലാം ഒപ്പിട്ട് കൊടുത്തു. അതിനകത്ത് ഒരു വ്യവസ്ഥയാണ്, ഇത് സമയത്തിന് തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ അതിന് ഇത്ര പലിശയുണ്ടാവും, പിഴപ്പലിശയുണ്ടാവും, കൂട്ടുപലിശയുണ്ടാവും. അങ്ങനെ നിങ്ങൾക്കത് വീട്ടിൽ തീർത്ത് തരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈടുവച്ചിരിക്കുന്ന ആ വസ്തു ഞങ്ങളുടേതാവും. അപ്പോഴേ ഇവിടെയും അതുപോലെ തന്നെയല്ലേ സംഭവിച്ചതെന്ന് നോക്കുക. നീ ഇത് കഴിക്കരുത് എന്ന് പറഞ്ഞു, കഴിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞു. അത് ഒരനുസരണം മാത്രം നടത്തേണ്ട കാര്യമായിരുന്നു. പക്ഷേ ആ അനുസരണക്കേട് ചെയ്തതോടുകൂടി അവന് എല്ലാം നഷ്ടമായി. എന്താ നഷ്ടമായതെന്ന് നമുക്ക് ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ, ജ്ഞാനത്തിന്റെ പുസ്തകം 9 അധ്യായം 2-3 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക. ജ്ഞാനം എന്നാൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കുവാനും ലോകത്തെ നീതിയിലും വിശുദ്ധിയിലും ഭരിക്കുവാനും ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കുവാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. ഈ ലോകത്തിന്റെ സകല അധികാരങ്ങളും സർവ സൗഭാഗ്യങ്ങളും അതിലൂടെ ദൈവവുമായി ചേർന്ന് നടക്കുന്ന ആ ദൈവിക ജീവനുള്ള അനുഭവവും ആണ് ഈ ഒരു അനുസരണക്കേട് കൊണ്ട് നഷ്ടമായത്. ഇവിടെ നോക്കുക, എല്ലാ ദിവസവും വെയിലാറുമ്പോൾ പറുദീസയിലെ തന്റെ സ്വമിത്രങ്ങളോടെന്നതുപോലെ ദൈവം കൂടെ നടക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഒരുമിച്ച് നടക്കാനൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ കാണുക.
അയാളെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കുറച്ചു നേരം നമ്മൾ അവിടെ നിന്ന് വരുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ ഒരു സമയവും കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റുട്ടീനായിട്ടുള്ള നടപ്പൊക്കെ ആയിട്ട് പോവുമായിരിക്കാം. പക്ഷെ ഇവിടെ ദൈവം അതല്ല ചെയ്തത്. കാണാതെ വന്നപ്പോഴേ ആദം നീ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ചോദിച്ചപ്പോഴേ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അവൻ പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്ന് ഒളിച്ചിരിക്കുകയാണ്. ഞാൻ ഈ മരത്തിന്റെ പുറകില് ഒളിച്ചു നിന്നിട്ടാണ് ഇത് പറയുക. ഒളിച്ചിരിക്കുകയാണ്, കാരണം ഞാൻ നഗ്നനാണെന്ന് ഞാൻ തിരിച്ചറിയണു. ദൈവം ചോദിക്കുകയാണ്, നീ നഗ്നനാണെന്ന് നിനക്ക് മനസ്സിലായതിന് കാരണം ദൈവത്തിന് അറിയാമല്ലോ. ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ പഴം കഴിച്ചോ? അവൻ അതിന്റെ ഉത്തരം പറയുന്നതിലേക്ക് നമുക്ക് പുറകെ കാണാം. ഇവിടെ സംശയം വളർന്ന് പ്രവൃത്തിയിലേക്ക്. എന്ത് സംശയം? ദൈവത്തെ പോലെ ഇരുന്നവൻ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞപ്പോൾ അത് ഒരു സംശയമായിട്ട് അവന്റെ മനസ്സിൽ വളർന്ന് അത് പ്രവൃത്തിയിലേക്ക്, ആ പഴം പറിച്ച് കഴിച്ചതോടുകൂടി എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു? അധികാരവും സ്വാതന്ത്ര്യവും പാപത്തിന്റെ വഴികളിലേക്ക് നമ്മൾ തിരിച്ചുവിട്ടു. പിശാചിന്റെ കൗശലക്കാരനായ സർപ്പത്തിന്റെ വാക്കനുസരിച്ച് അവന് സമർപ്പിച്ചപ്പോഴേ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഏശയ്യാ 59:2 ഇപ്പോൾ നമ്മളുടെ പ്രാർത്ഥിച്ചപ്പോഴും അതിനുശേഷം നമ്മൾ പ്രഘോഷിച്ചപ്പോഴും ഒക്കെ നമ്മൾ കേട്ടതാണ്, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. ഇത് തന്നെയല്ലേ സംഭവിച്ചത് ആ പറുദീസായിൽ അന്ന്? നിന്റെ അകൃത്യങ്ങൾ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തതോടുകൂടി എന്തായിരുന്നു മാതാപിതാക്കൾക്ക് കൊടുത്തിരുന്ന ദൗത്യം? നമ്മള് ഉൽപ്പത്തി പുസ്തകം 26-27 1-ാം അധ്യായത്തിലും ജ്ഞാനത്തിന്റെ പുസ്തകത്തിലും ഒക്കെ വായിച്ചത് എല്ലാത്തിന്റെയും മേൽ അധികാരത്തോടുകൂടി അതിനെയൊക്കെ വളർത്തുക. എന്താ അവരോട് പറഞ്ഞത്? ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളെയും നോക്കി സംരക്ഷിച്ച് വളർത്താനാണ് ആദ്യ മാതാപിതാക്കളോട് പറഞ്ഞത്. അതിന് അവരാകെ ഒരു കാര്യമേ ചെയ്യേണ്ടതുണ്ടായിരുന്നുള്ളൂ, നടുവിലെ വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുത്. ഭക്ഷിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും കൂടെ പറഞ്ഞിരുന്നു, നിങ്ങൾ മരിക്കും. ശാരീരികമായ മരണമല്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പോകുന്ന അവസ്ഥ. ഇവിടെ രണ്ട് പേര്, ഒന്ന് ദൈവവും ഒന്ന് പിശാചും, രണ്ടു പേരുടെയും ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ദൈവത്തിന്റെ വാക്ക് ഇങ്ങനെയായിരുന്നു, ഞാൻ പറയുന്നത് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ നീ എൻ്റെ കൂടെ എന്നും എൻ്റെ ജീവനില് പങ്കാളിയായി, എൻ്റെ കൂടെ നിത്യജീവനിൽ നീ ഉണ്ടാവും. പിശാചിന്റെ വാക്ക് എന്തായിരുന്നു? പിശാച് പറഞ്ഞപ്പോഴ് അവനെ അനുസരിച്ചതോടുകൂടി നമ്മളെല്ലാം ആദ്യ മാതാപിതാക്കള് മുതൽ ഇന്ന് വരെ ജനിച്ചിട്ടുള്ളതും ഇനി ജനിക്കാനിരിക്കുന്നവരും മുഴുവനും ആ തിന്മയുടെ അടിമത്തത്തിലേക്ക് പോയി. അതോടുകൂടി നമുക്ക് മരണം വന്നു. നേരത്തെ നമ്മൾ ബാങ്കിന്റെ ആ ഒരു ഉദാഹരണത്തിൽ നമ്മൾ കണ്ടത്, എൻ്റെ വസ്തുക്കൾ മുഴുവൻ, എനിക്കുണ്ടായിരുന്ന സ്വത്ത് മുഴുവനും പണയം വെച്ചിട്ടാണ് ഞാൻ ലോൺ എടുത്തത്. അതെടുത്ത് വീട്ടാൻ പറ്റാത്ത അത്രയും വലുതായപ്പോഴാണ് ബാങ്കുകാർ എൻ്റെ സ്ഥലവും കൊണ്ടുപോയത്. എനിക്കിനി ഒന്നുമില്ല. ആ അവസ്ഥയില് ഞാൻ മാത്രമാണോ അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടത്? അല്ല, എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മക്കളും, അവരിൽ കഴിഞ്ഞിട്ട് കൊച്ചുമക്കളും, അവരെല്ലാവരും ഇത് അനുഭവിക്കാൻ, അവരിലൂടെ ഉണ്ടാകുന്ന സന്തതി പരമ്പരകൾക്കൊക്കെ ഈ നഷ്ടം വരികയാണ്. അത് തന്നെയാണ് നമുക്ക് സംഭവിച്ചത്. നമ്മുടെ ആദ്യ മാതാപിതാക്കളായിരുന്ന ആദവും ഹവ്വയും ദൈവത്തിന്റെ വാക്കിനെ ധിക്കരിച്ച് പാപം ചെയ്തതോടുകൂടി, അനുസരണക്കേടെന്ന പാപം ചെയ്തതോടുകൂടി, ദൈവം പറഞ്ഞിരുന്നു നിങ്ങൾ മരിക്കുമെന്ന്. എങ്ങനെയാണ് മരണമെന്ന് നമ്മൾ കണ്ടു. അവരുടെ നന്മ തിന്മയെ പറ്റി തിരിച്ചറിഞ്ഞപ്പോൾ അവർ നഗ്നരാണെന്ന്, ആ നഗ്നത എന്ന തിന്മ പോലും അവർക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അത്ര നിഷ്കളങ്കരായിരുന്ന അവര് ഈ ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേ അങ്ങനെ അവര് നിത്യതയില് അവര് നന്മ തിന്മകളെ പറ്റി അറിഞ്ഞു. ദൈവത്തിന്റെ അനന്തമായ സ്നേഹം കൊണ്ടാണ് അവരെ പർദീസയ്ക്ക് പുറത്താക്കി കെരൂബുകളെ കാവൽ നിർത്തുന്നതെന്നും അതുപോലെ കറങ്ങുന്ന വാൾ അവിടെ സ്ഥാപിച്ചതെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ദൈവസ്നേഹത്തിന്റെ ആ നിത്യസത്യത്തെ മനസ്സിലാക്കിയപ്പോഴേ, അല്ലായിരുന്നെങ്കിൽ അവർ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലവും കൂടി കഴിച്ചു കഴിഞ്ഞാൽ, അതും നടുവിലെ വൃക്ഷത്തിൽ തന്നെയുള്ളതാണ്, അതുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ അവർ ഈ തിന്മയുടെ ആ അവസ്ഥയിലെ അമരത്വത്തിലേക്ക് പോകുമെന്നുള്ള ദൈവത്തിന്റെ നമ്മളോടുള്ള കരുതൽ കൊണ്ടാണ് അവരെ പുറത്താക്കിയതെന്ന് ദൈവസ്നേഹത്തിന്റെ ആ നിത്യസത്യത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇപ്പോഴേ പിശാചിന്റെ ഈ കൗശലം കൊണ്ട് നമ്മളെല്ലാം, ഇവിടെ 2 പത്രോസ് 2:19 വളരെ കൃത്യമായി പറയുകയാണ്, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണ് അവൻ. പിശാചിനാൽ നമ്മൾ തോൽപ്പിക്കപ്പെട്ടപ്പോഴ് നമ്മള് അവന്റെ അടിമയായി മാറി. മറിച്ച് ദൈവവാക്കിനാലായിരുന്നു തോൽപ്പിക്കപ്പെട്ടതെങ്കിൽ ദൈവവാക്ക് എന്തായിരുന്നു? നീ അനുസരിക്കണം, നടുവിലെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത്, കാരണം നീ അന്ന് മരിക്കും.
അതിനാലായിരുന്നു തോൽപ്പിക്കുക. അത് തോൽവിയാണല്ലോ അങ്ങനെ തന്നെ ചെയ്യുന്നത്. അതായിരുന്നെങ്കിൽ നമ്മളെല്ലാം ഇന്ന് നിത്യജീവനിലായിരുന്നു. എന്നാൽ ഇത് പിശാചിന്റെ വാക്കിനാൽ മനുഷ്യൻ തോൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത്. റോമ 6:16 വളരെ കൃത്യമായി നമ്മളോട് പറയാണ്, നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. ഇവിടെ ശ്ലീഹ നമ്മളോട് കൃത്യമായി പറഞ്ഞു തരുന്ന, വീണ്ടും നമ്മൾ നേരത്തെ കണ്ട ഉദാഹരണത്തിലേക്ക് തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മൾ അനുസരണമുള്ള ദാസരെ പോലെ ആ ലോണിന് വേണ്ടിയിട്ടെല്ലാം ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേ നമ്മൾ അറിയാതെ തന്നെ ആ ബാങ്കിന്റെ അടിമയായി മാറി. കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഞാൻ തന്ന് വീട്ടിൽ കൊള്ളാവുന്ന, പക്ഷെ അത് തരാൻ പറ്റാത്തിടത്തോളം അവസ്ഥയിലെ, നമുക്കൊന്നുമില്ലാത്ത മരണത്തിന്റെ തുല്യതയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവിടെ നമ്മൾ ഈ പാപം ചെയ്തതോടുകൂടി, അതിമാതാപിതാക്കൾ ചെയ്തതോടുകൂടി പിന്നീട് വന്ന എല്ലാ തലമുറയും അങ്ങനെ. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആ ആദിമാതാപിതാക്കളുടെ പാപം മൂലം ലോകത്തിലുണ്ടാകുന്ന എല്ലാ ജനതകളും, അവരാണല്ലോ നമ്മുടെ മുതുമുത്തച്ഛന്മാര്, മുത്തച്ഛനും മുത്തശ്ശിയും, അവര് ചെയ്ത ആ തെറ്റുകൊണ്ട് ഇങ്ങനെയാണ് റോമ 3:10-12 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങള് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നീതിമാനായി ഒരുവനുമില്ല, ആരുമില്ല, കാര്യം ഗ്രഹിക്കുന്നവനുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു. കാരണം നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ആലോചിച്ചാൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. എടാ, ഒരു തെറ്റും ചെയ്യാതെ ഈ ലോകത്തിലേക്ക് വരുന്നവൻ അവനും പാപിയാണ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? അതെന്തുകൊണ്ടാണെന്നത് ഇവിടെ പറയുന്നുണ്ട്. നാം എല്ലാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്ന് 1 യോഹന്നാൻ 5:19 പറയുന്നു. എന്നാൽ ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് നാം അറിയുന്നു. എങ്ങനെയാണ്? നോക്കുക, ഒരു മനുഷ്യനെ ഇങ്ങനെ കൈയും കാലും എല്ലാം അവന്റെ ശക്തി വലയത്തില് പിശാചാക്കിയിരിക്കുകയാണ്. എങ്ങനെ? ആദിമാതാപിതാക്കളിലൂടെ വന്ന അനുസരണക്കേടിന്റെ പാപം മൂലം അവൻ അടിമയായി പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മൾ 3-ാം അധ്യായം 14 മുതൽ ഉള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് എന്താണ്? ആരൊക്കെയാണോ ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നത്, സർപ്പം, സ്ത്രീ, ആദം, ഇവർക്ക് 3 പേർക്കും ശിക്ഷ വിധിക്കുന്നുണ്ട് ദൈവം. ആ ഓരോ ഇത് നോക്കുമ്പോഴും നമുക്കറിയാം ഇതെല്ലാം പിന്നീട് അവന്റെ ദുഷ്ടവലയത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് വരുന്ന കാര്യങ്ങളാണ്. സ്ത്രീയോട് പറയാണ്, നിന്റെ പ്രസവ വേദന അല്ലെന്നുണ്ടെങ്കിൽ ആ ക്ലേശങ്ങൾ, അരിഷ്ടതകൾ ഞാൻ കൂട്ടും, പക്ഷെ നിനക്ക് പുരുഷനോടുള്ള അഭിലാഷം ഞാൻ നിലനിർത്തും. പുരുഷനോട് പറയുകയാണ്, നീ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ടായിരിക്കും ഇനി ഭക്ഷണം കഴിക്കുക, നീ പൊടിയാണ്, പൊടിയിലേക്ക് മടങ്ങുന്നത് വരെ നീ അധ്വാനിക്കണം. സർപ്പത്തോട് പറഞ്ഞു, നീ ഭൂമിയിൽ ഇഴഞ്ഞു നടക്കേണ്ടി വരും, നീ പൊടി തിന്നുന്നവനാവും, നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ അവര് ശത്രുതയിലാക്കും. അടിമത്തത്തിന്റെ മരണമാണെന്ന് നമ്മൾ പറഞ്ഞു. പാപത്തിന്റെ പരിണിത ഫലം മരണവും വേദനയും ഒക്കെയാണെന്ന് നമ്മൾ അലിസിയേജിയിലൂടെ പ്രഘോഷണത്തിൽ നമ്മൾ കേട്ടതാ. പാപത്തിന്റെ വേദന മരണമാണെന്ന് ശ്ലീഹയും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് റോമ 6:22. എന്താണ് ഇവിടെ സംഭവിച്ചതെന്നൊന്നും പെട്ടെന്ന് നമ്മൾ നോക്കിയാല്, ആദത്തിനെ ഉറക്കിക്കിടത്തി, അതായത് അവന് പറ്റിയ ഇണയും തുണയും ഇല്ല എന്നുള്ള ആ തിരിച്ചറിവ് ആദത്തിനെ ഉറക്കിക്കിടത്തി എന്ത് ചെയ്തു? അവന്റെ വാരിയിലെടുത്ത് അവന് പറ്റിയ ഇണയെ തുണയെ കൊടുത്തപ്പോഴേ അവൻ കണ്ടു തുള്ളിച്ചാടി പറയാണ്, എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും ഇവിടെ എന്റെ അടുത്ത്. എന്നാല് ബന്ധം തകർന്നു കഴിഞ്ഞപ്പോ പറഞ്ഞത്, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ, ഇതുവരെയും അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമായിരുന്ന ഹവ്വ അങ്ങ് എനിക്കിന് കൂട്ടിന് നൽകിയ സ്ത്രീ ആയിട്ട് മാറുന്ന തരത്തിലേക്ക് തകർന്നു. ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളാണ് ദൈവമായിട്ടുള്ളത്? ഇവിടെ നോക്കിക്കേ, നമുക്ക് ആ ആദിമാതാപിതാക്കളുടെ കാര്യം മാത്രം നോക്കിയാൽ നമുക്കറിയാം, ദൈവത്തോടുള്ള ആ സ്നേഹം നഷ്ടപ്പെട്ടു, അതോടുകൂടി ഭയം വളർന്നു. അപ്പൊ എന്തായി? വെറുപ്പായി, വിദ്വേഷമായി, പിരിമുറുക്കമായി. അതുകൊണ്ട് മരത്തിന്റെ പുറകിലെ ഒളിച്ചു. നഗ്നനാണെന്നറിഞ്ഞു കാട്ടത്തി കൊണ്ടുള്ള ഇല കൊണ്ട് നഗ്നത മറച്ചു. ദൈവം വിളിക്കുമ്പോഴേ മുന്നിലേക്ക് വരാൻ പോലും പറ്റാത്ത തരത്തിൽ അത് ദൈവബന്ധം തകർന്നു. തന്നോട് തന്നെയുള്ള ബന്ധം ഉൾവലിഞ്ഞതുകൊണ്ട് നാണയും ലജ്ജയൊക്കെ ഉണ്ടായതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും കാട്ടത്തി കൊണ്ട് ഒരു അരക്കച്ച ഉണ്ടാക്കി തന്റെ നഗ്നതയെ മറയ്ക്കുന്നത്. കഴിയില്ല. പരസ്പരമുള്ള ബന്ധം, എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസം എന്ന് പറഞ്ഞ ആ ഹവ്വയെ ഉടനെ പഴി പറയാനും കുറ്റം വിധിക്കാനും, നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീയാണ് ഈ കുറ്റമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, എന്നിട്ട് സ്വയം ന്യായീകരിക്കണം. അവൾ എനിക്ക് തന്നു, ഞാൻ തിന്നു, ഞാൻ വളരെ മറ്റൊരായ ആള്. സൃഷ്ടപ്രപഞ്ചത്തോട് ശത്രുതയിലാവുന്നു. കാരണം
ദൈവം ശിക്ഷ കൊടുത്തപ്പോൾ അതിനകത്ത് പറയുന്നതെല്ലാം അങ്ങനത്തെ കാര്യം തന്നെ. ഇനി മുള്ളുകളും മുൾപ്പടർപ്പുകളും ഉണ്ടാവും, നീ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കണം, നീ അധ്വാനിക്കേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴേ പ്രപഞ്ചത്തോട് പോലും ശത്രുതയിലായി. അതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇങ്ങനെയുള്ള ആദിമാതാപിതാക്കളിൽ നിന്ന് ജനിച്ച് എന്ന് മനസ്സിലാക്കുന്ന ദാവീദ് തന്റെ രോദനം ഇങ്ങനെയാണ്: പാപത്തോടു കൂടിയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായിപ്പോഴേ ഞാൻ പാപിയാണ്. ഞാൻ ചെയ്ത പാപമല്ല, എന്റെ പൂർവ്വപിതാക്കന്മാര് ചെയ്ത പാപം കൊണ്ട് ഞാൻ പാപത്തോടെയാണ് പിറന്നതെന്ന് സങ്കീർത്തൻ പറയണു. വീണ്ടും സങ്കീർത്തൻ 42:1 പറയാണ്: നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു എന്ന്. വിശുദ്ധ അഗസ്തീനോസ് പറയണു: ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുവോളം എന്റെ ആത്മാവ് അസ്വസ്ഥമാണ്. നമ്മളോട് വളരെ കൃത്യമായി പറഞ്ഞു തന്നു. എന്തായിരുന്നു സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞത്? എന്നെ കൂടാതെ എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് ഞാനും കൂടി ശ്രമിച്ചാൽ മാത്രമേ ഇനി രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് വരെയും പറയുന്നതായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതാണ്. ഈ തകർന്ന ഈ മനുഷ്യന്റെ അവസ്ഥയിൽ വ്യത്യാസം നഷ്ടപ്പെട്ടു. വീട്ടാനാകാത്ത വലിയ കടത്തിൽ നിബന്ധിച്ചിനി ഒന്നും കൊടുത്തു വിടാൻ പറ്റാത്ത അവസ്ഥയിലാക്കി. അവൻ പാപത്തിന്റെ അഴുത്തത്തിലായി. അതുകൊണ്ടാണ് റോമ 7:15 ശ്ലീഹ ഇങ്ങനെ സങ്കടപ്പെടുന്നത്: ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാനല്ല അങ്ങനെയാണെങ്കിൽ ചെയ്യുന്നതെന്ന് അതിന് ശേഷം പറയുന്നതാണ്. നമുക്കൊരു സംശയം ഉണ്ടാവും: ഞാൻ പാപം ചെയ്യുന്നത് കൊണ്ടാണോ പാപിയാകുന്നത്, അതോ ഞാൻ പാപി ആയതുകൊണ്ടാണോ പാപം ചെയ്യുന്നത്? നമ്മളൊരു മാവിൽ മാങ്ങ കിടക്കുന്നത് കൊണ്ടാണോ അത് മാവായത്, അതോ അത് മാവായതുകൊണ്ടാണോ മാങ്ങ ഉണ്ടായതെന്ന് ചോദിക്കുന്നത് പോലെയേ ഉള്ളൂ. നമുക്കറിയാം മാവായതുകൊണ്ടാണ് മാങ്ങ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പാപി ആയതുകൊണ്ടാണ് ഞാൻ പാപം ചെയ്യുന്നത്, ഞാൻ പാപാവസ്ഥയിലായിരുന്നു എന്ന് നമുക്ക് ഇപ്പോഴേ നമ്മൾ കേട്ട സാക്ഷ്യത്തിൽ നമ്മൾ കണ്ടതാണ്. അവരുടെ ആ വെറുപ്പും വിദ്വേഷവും ഒക്കെ മാറ്റി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴേ ആ മക്കളുടെ വലിയ രോഗം വൈദ്യശാസ്ത്രത്തിന് ഒരു കാരണവശാലും മാറ്റിവെക്കാൻ പറ്റില്ലെന്നും അവരുടെ തന്നെ മാതാപിതാക്കൾ പോലും നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്, രോഗമുള്ള കുട്ടികളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊല്ലാനാണോ പോകുന്നത്, നമ്മളെ പോലെ തന്നെ ചിന്തിച്ചു. പക്ഷേ അവര് സ്വയം ആ പാപാവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ ആ സ്നേഹത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേ അവർക്ക് ഏതെല്ലാം തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത മനുഷ്യന്റെ ആ രോദനമാണ്: ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത്, നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോഴേ ഉരുവായപ്പോഴേ നമ്മൾ പാപികളാണ് എന്ന് പറയുന്ന വചനത്തെ ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ട് റോമ 7:19-20 ശ്ലീഹ എന്ന് പറയുകയാണ്. നമ്മുടെ മേലുള്ള നമ്മുടെ ആ ഒരു കൺട്രോൾ പോയാൽ, ലോസ് ദ കൺട്രോൾ ഓഫ് സെൽഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മാത്രമല്ല നഷ്ടപ്പെടുന്നത്, എന്നിലുള്ള എൻ്റെ ആ ഒരു അവസ്ഥയെ നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, എൻ്റെ എല്ലാത്തിനും മേലുള്ള. അതുകൊണ്ടാണല്ലോ നമ്മൾ കണ്ടത് ദൈവത്തിനോടുള്ള ബന്ധത്തോടും മനുഷ്യനോടുള്ള ബന്ധത്തോടും പ്രപഞ്ചത്തോടുള്ള ബന്ധത്തോടും മറ്റുള്ളവരോടുള്ള ബന്ധത്തോടും. ഒന്ന് നോക്കുക, നമ്മൾ ഈ പറയുന്ന ഒരു അവസ്ഥയിലാണെന്ന് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ദുർഭകനായ മനുഷ്യൻ. ഈ കേട്ടതനുസരിച്ചാണെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യുന്നതൊക്കെ എൻ്റെ പാപാവസ്ഥ കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോഴും എനിക്ക് ഒറ്റ പ്രാർത്ഥനയോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ഇന്ന് സംശയമുള്ളൂ: എൻ്റെ നല്ല ദൈവമേ, ഞാൻ ദുർഭകനായ ഒരു മനുഷ്യനാണല്ലോ. കാരണം ജനിച്ചതേ പാപത്തോടുകൂടിയാണ് ഞാൻ ജനിച്ചത്. അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ ഞാൻ പാപിയായിരുന്നു എന്ന് സങ്കീർത്തനോട് കൂടി പറഞ്ഞിട്ട് പറയുകയാണ്. പക്ഷെ എനിക്ക് ഒരു 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 ആശയ്ക്ക്, ഒരു പ്രത്യാശയ്ക്ക് ഒരു സാധ്യതയുണ്ടോ? മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ഇത് ശ്ലീഹയുടെ ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് ഈ ആഴ്ച മുഴുവനും ചിന്തിക്കാനുള്ളത് ഈ ഒരു പ്രാർത്ഥനയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ജനിച്ച് ഈ ലോകത്തിലേക്ക് ഉരുവായപ്പോഴേ ഞാൻ പാപാവസ്ഥയിലായതുകൊണ്ട് ഇപ്പോഴും ഇവിടെ നമ്മൾ കേട്ടതാണ് പ്രഘോഷണത്തിൽ പറയുന്നത്: ഞാൻ കളവ് പറയുന്ന ശീലമുള്ളതാണെങ്കിൽ ഞാൻ അതിന്റെ അടിമയാണ്, ഞാൻ ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഞാൻ അതിന്റെ അടിമയാണ്. ഇങ്ങനെ ഞാൻ സൃഷ്ടിക്കപ്പെട്ടപ്പോഴേ ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് വന്നതെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന മരണത്തിന് അധീനമായ, കാരണം ദൈവം നീ മരിക്കുമെന്ന് പറഞ്ഞതോടുകൂടി നീ പൊടിയിൽ നിന്ന് വന്നു പൊടിയിലേക്ക് പോകുന്നത് വരെ നീ ലോകത്തിലെ കഷ്ടപ്പാടുകൾ സഹിക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ശാരീരികമായ ഒരു മരണവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ശരീരത്തിന്റെ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ ആഴ്ചയിലെ
നമ്മൾ വചനഭാഗത്തൂടെ ഒക്കെ കടന്നു പോകുമ്പോഴേ നമുക്ക് എന്താണ് പ്രത്യാശിക്കാനുള്ളത് എന്നുള്ള ഒരു വലിയ ചിന്ത, ഈ ഒരു ചോദ്യത്തോടുകൂടി ഞാൻ ഈ നിത്യാവസ്ഥയെ അല്ലെങ്കിൽ ഈ നിത്യസത്യത്തെ, ഈ സത്യമായിട്ടുള്ള അവസ്ഥയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? ആമേൻ. പൗലോസ് ചേട്ടൻ പറയുന്നത് കേൾക്കുന്നില്ല. പൗലോസ് ചേട്ടൻ പറയുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. ആ ഒന്നുകിൽ ഇയർഫോണിന് എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പൗലോസ് ചേട്ടാ കേൾക്കുന്നില്ല കേട്ടോ, കേൾക്കുന്നില്ല. അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുവോ, എന്തെങ്കിലും സെറ്റ് ചെയ്യുകയോ ചെയ്യുക. തോമസ് അച്ഛാ, അച്ഛൻ ധൃതിയിലാണെന്ന് എനിക്കറിയാം. അങ്ങനെയെങ്കിൽ അച്ഛൻ പ്ലീസ്, അച്ഛൻ സംസാരിക്കുക. പിന്നെ ഞാനങ്ങ് തുടങ്ങാം അല്ലേ? ഓക്കെ, പ്ലീസ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ വന്ന് കേട്ടുകൊണ്ടിരുന്നത് നമ്മുടെ അച്ഛൻ സാറിൻ്റെ പാവത്തെ പറ്റിയുള്ള പഠനങ്ങളായിരുന്നു. ഇന്ന് രാവിലെ എന്നോട് ഇതിനിങ്ങനെ ഒരു മീറ്റിംഗ് കയറാമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയും ആദ്യ ഭാവത്തെ പറ്റിയിട്ടൊന്നും പറയണമെന്നായിരുന്നു. അപ്പൊ ആദ്യ ഭാവത്തെ പറ്റിയിട്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആണ് ഇത് മനുഷ്യന്റെ പതനത്തെ പറ്റി പറയുക. പഴം ഭക്ഷിക്കുകയോ തൊടുക പോലോ അരുത്, ഭക്ഷിച്ചാൽ നീ മരിക്കും, നിങ്ങൾ മരിക്കും. അപ്പൊ അതിന് തുടക്കം നമുക്കറിയാം, കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളും വെച്ച് കൗശലമേറിയായിരുന്നു സർപ്പം. പക്ഷെ ഈ സർപ്പത്തിന്റെ പണിഫലമായിട്ട് അവര് ആ വൃക്ഷത്തിന്റെ പഴം കർത്താവ് പറഞ്ഞ കൽപ്പനയ്ക്ക് വിപരീതമായിട്ട് അത് കണ്ണിന് ആസ്വാദ്യം, കണ്ണിന് കൗതുകപരവും അറിവേഗം കഴിവുള്ളതിന് അഭികാമ്യമാണെന്ന് കണ്ട് അവിടെ പറിച്ചു വന്നു. നല്ല സുന്ദരമായി പ്രലോഭിപ്പിച്ച് അവരെ കൊണ്ട് ആദ്യത്തെ പാവം, നമ്മൾ പറയുന്ന പാമ്പ് അല്ലെ പിശാച് ചെയ്യിപ്പിക്കുക. ഇവിടെയാണ് നമ്മുടെ ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് അതിന്റെ 385 മുതൽ 402 വരെയുള്ള ഭാഗങ്ങള് ഈ ആദ്യ ഭാവത്തെ പറ്റി പറയുന്നത്. 385 മുതൽ 412 വരെയുള്ള ഭാഗങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എടുത്തൊന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. അതിന്റെ നമ്പർ തന്നെ പതനത്തെ പറ്റിയാണ് പറയുക. എന്നിട്ട് അതിന്റെ 1-ാമത്തെ നമ്പറായിട്ട് പറയുകയാണ്, പാപം വർദ്ധിച്ചെടുത്ത് കൃപാവരം സമൃദ്ധമായി. എന്നിട്ട് സഭ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, പാപം എന്നൊരു യാഥാർത്ഥ്യമാണ്. എന്നിട്ട് തുടങ്ങുന്നത് എങ്ങനെ? 386 ഇങ്ങനെ പറയുക, മനുഷ്യ ചരിത്രത്തിൽ പാപത്തിന് സാന്നിധ്യം ഉണ്ട്, അതിനെ അവഗണിക്കാനോ മാറ്റിവെക്കാനായിട്ട് നമുക്ക് സാധിക്കില്ലെന്ന് പറയുക. പാപം എന്താണെന്ന് ഗ്രഹിക്കുവാനുള്ള ശ്രമത്തിൽ ആദ്യമായി മനുഷ്യ ദൈവത്തോടുള്ള ഗാഢബന്ധം അംഗീകരിക്കണം. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ്, ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അപ്പം ദൈവവുമായിട്ടുള്ള ഒരു ഗാഢബന്ധം മനസ്സിലാക്കാതെ ആർക്കും പാപത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുകയില്ലെന്ന് പറയുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവനിഷേധവും ദൈവത്തോടുള്ള എതിർപ്പും ജീവിതത്തിലും ചരിത്രത്തിലും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ആരുടെ സാന്നിധ്യമുണ്ട്? പിശാചിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പൊ ആ സാധനം ഇന്നും ഉണ്ടെന്ന് പറയുകയാണ് 387-ാമത്തെ നമ്പറിൽ. ദൈവാഷ്കരണത്തിന്റെ വെളിച്ചത്തിൽ മാത്രമേ പാപം എന്ന യാഥാർത്ഥ്യത്തിലെ നമുക്ക് വിശദീകരണം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവിക വെളിപാട് തരുന്ന വെളിച്ചത്തിൽ മാത്രമേ ഇതിന് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മള് സാധാരണ ആൾക്കാർ പറയുന്നത് പോലെ തന്നെ, പ്രത്യേകിച്ച് മിസ്സിയുടെ ആൾക്കാരാകുമ്പം കൂടുതൽ അറിവും ജ്ഞാനവും
ദൈവാത്മാ നയിക്കപ്പെടുന്നവരാകേണ്ടവരാണല്ലോ നമ്മളെല്ലാവരും. സ്വാഭാവികമായിട്ട് നമ്മൾ പറയും ഇത് പാപത്തെ നമ്മൾ സാധാരണ എങ്ങനെ പരിഗണിക്കാനായിട്ട് ശ്രമിക്കും? വളർച്ചാ സംബന്ധമായ ഒരു വൈകല്യമായിട്ട്, അല്ലെങ്കിൽ ഒരു മാനസിക ദൗർബല്യമായിട്ട്, ഒരു അബദ്ധമായിട്ട്, അപര്യാപ്തമായ സാമൂഹിക വ്യവസ്ഥയുടെ അനിവാര്യ ഫലമായിട്ടും ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാനായിട്ട് നമ്മൾ പ്രലോഭിതരാകുമെന്നാണ് CCC 387 നമ്മളോട് പറയുക. എന്നിട്ട് രണ്ടാമത് പറയുകയാണ് ഉത്ഭവഭാവം കാതലായ ഒരു വിശ്വാസത്യമാണ്. 388 മുതൽ ഉള്ള ഭാഗങ്ങളാണ്, 388 389. എന്നിട്ട് പറയുകയാണ് ഇങ്ങനെയാണ്, അത് നമുക്ക് പാവത്തെ മനസ്സിലാക്കേണ്ട ദൈവാവിഷ്കരണത്തിന്റെ പുരോഗതിക്കനുസൃതമായി മാത്രമേ പാവത്തെ കൂടുതൽ വ്യക്തമാക്കാനായിട്ട് പറ്റുകയുള്ളൂ. കാരണം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം തുടക്കത്തില്. പിന്നീട് ഈശോയുടെ മരണോത്ഥാനങ്ങളുടെ വെളിച്ചത്തിൽ മാത്രമേ ഇതിനെ നമുക്ക് സുഗ്രാഹ്യമാകൂ. നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്തത് ഈശോയുടെ മരണോത്ഥാനത്തിലൂടെ മാത്രമേ ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നിട്ട് പറയാണ് പാവത്തിന്റെ പ്രഭവസ്ഥാനമായിട്ട് ആദത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃപാവരത്തിന്റെ പ്രഭവസ്ഥാനമായിട്ട് ഈശോയെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ രണ്ട് സ്ഥാനം, പാപം ഉത്ഭവിക്കുന്ന പ്രഭവസ്ഥാനമായിട്ട് ആദം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ കൃപയുടെ പ്രഭവസ്ഥാനമായിട്ട് ഈശോ നമ്മുടെ മുന്നിലേക്ക് നിൽക്കുക. അപ്പോൾ ഈശോ വന്നതിന് വേണ്ടിയാണ്, സർവ്വ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറയാണ് ഈ ഉത്ഭവഭാവം നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, മാലാഖമാരുടെ പതനം. ഇപ്പം നമ്മുടെ കാലഘട്ടത്തിൽ മാലാഖമാരുടെ പതനത്തെ പറ്റിയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ നമ്മൾ ഈ നമ്പർ നോട്ട് വെക്കുന്നത് നല്ലതാണ്. CCC 391 മുതൽ 395 വരെയുള്ള ഭാഗങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ മാലാഖമാരുടെ പതനം എങ്ങനെയാണെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുക. അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ്? അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഒരു അസൂയയുടെ വിഷയം. അസൂയയാണല്ലോ എല്ലായിടത്തും പാവം തുടങ്ങുന്നതിന് കാരണമായിട്ട് വരുന്നത്. ദൈവത്തോടുള്ള മാലാഖയുടെ, നല്ല മാലാഖയുടെ അസൂയ തുടങ്ങുന്നിടത്താണ് അവര് ദൈവത്തെ പോലെ ആകാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് വിശുദ്ധ ലിഖിതവും സഭാ പാരമ്പര്യവും ഈ സ്വരത്തിനൊക്കെ എതുവായി യഥാർത്ഥത്തിൽ നിബന്ധിച്ച മാലാഖയെ തിരിച്ചറിയുന്നു. ദൈവത്തോടുള്ള അസൂയ, സാത്താൻ, പിശാച് എന്ന് പറയും. ദൈവ സൃഷ്ടിയായിട്ടുള്ള മാലാഖ നല്ല ആളായിരുന്നു. നിങ്ങൾ ചോദിക്കും മാലാഖ സൃഷ്ടിയാണോ? സഭയുടെ പഠനം പറയുക മാലാഖ സൃഷ്ടിയാണെന്ന്. ആണ് സംശയം വേണ്ട ആർക്കും. പിശാച് മറ്റു ദുർബോധങ്ങളും പ്രകൃതിയാ നല്ലവരായ ദൈവത്തെ സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു, എങ്കിലും അവർ സ്വയം ദുഷ്ടരായി തീർന്നു. നമുക്കറിയാം മനുഷ്യരെ പോലെ തന്നെ സ്വതന്ത്രാന്തരവും തീരുമാനമെടുക്കാനുള്ള കഴിവുള്ളവരായിരുന്നു ഈ രണ്ടു കൂട്ടർ, മനുഷ്യരും മാലാഖമാരും. പക്ഷെ ഒരു കൂട്ടര് ദൈവത്തുള്ള അസൂയ മൂത്തപ്പെട്ടവര് അത്. എന്നിട്ട് പറയാണ് എങ്ങനെയാണ് ഈ പതനം ഉണ്ടായത്, മാലാഖയുടെ പതനം ഉണ്ടായത്? മൗലികമായും തിരിച്ചെടുക്കാനാവാത്ത വിധത്തിലും ദൈവത്തെയും അവിടുത്തെ ഭരണത്തെയും നിരാകരിച്ച സൃഷ്ടികളായ അരൂപികളുടെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിലാണ് മാലാഖമാർ പതനം അടങ്ങിയിരിക്കുക. അവരൊരു മൗലികമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തി, തിരിച്ചെടുക്കാനാവാത്ത വിധത്തിൽ ദൈവത്തെയും അവിടുത്തെ ഭരണക്രമത്തെയും നിരാകരിച്ച് സൃഷ്ടികളായ അരൂപികളുടെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ്. അതാണ് മാലാഖമാരുടെ പതനം എന്ന് പറയുന്നത്. അതിനകത്ത് ആദിമാതാക്കന്മാരോട് പറഞ്ഞ വാക്കുകളുണ്ട്. ഒരു നിഷേധത്തിന്റെ അലയടി നമുക്ക് കേൾക്കാം. എന്താ പറയുന്നത്? നിങ്ങൾ ദൈവത്തെ പോലെയാവും. പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നു, അവൻ നുണയനും നുണയുടെ പിതാവുമാണെന്നുള്ള തിരുവചനവും കൂടെ നമ്മളിന് കൂടുതൽ നമ്മൾ വായിക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ കാരണത്തിന് കുറവുണ്ടോ എന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ടാകും. എന്തുകൊണ്ട് സംഭവിക്കുക? ദൈവത്തിന്റെ കാരണത്തിന്റെ കുറവല്ല, പ്രത്യുത മാലാഖമാരുടെ തീരുമാനത്തിന്റെ തിരുത്താനാവാത്ത സ്വഭാവമാണ് അവരുടെ പാപത്തെ അക്ഷന്ത്യവുമാക്കിയത്. അതുകൊണ്ടാണല്ലോ പിശാചിന് മുട്ടുകുത്താൻ പറയുമ്പം കർത്താവിന്റെ മുന്നിൽ മുട്ടുകുത്തുള്ളൂ. അവൻ അവസാനം അവന്റെ കൽപ്പനയാണ്, എല്ലാം മുട്ടും എന്ന് പറഞ്ഞാൽ പിശാച് മുട്ടുകുത്തും. പിന്നെ പറയാണ് മരണശേഷം മനുഷ്യർക്ക് മനസ്താപം സാധ്യമല്ലാത്തതുപോലെ മാലാഖമാർക്ക് അവരുടെ പതനശേഷം മനസ്താപം സാധ്യമല്ല. നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ചിലരെങ്കിലും നമ്മളോട് പ്രസംഗിക്കും മരണശേഷം മനസ്താപം പറ്റുകയില്ല എന്ന് അസന്നിഗ്ധമായിട്ട് 393 നമ്പർ നമ്മളെ പഠിപ്പിക്കുക. ഏതെങ്കിലും ശക്തിയാണെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഭയുടെ പഠനം അതല്ല എന്നുള്ളത്. എന്നിട്ട് പറയാണ് ഈ മാലാഖമാരെ പറ്റി 94 പറയാണ്, 394 ആരംഭം മുതലേ കൊലപാതകയാണ്. അവന്റെ സ്വാധീനം ഇന്നുകൊണ്ട് ഈശോയെ പോലെ നമുക്കറിയാം. മാംസശേഷം മരുഭൂമിയിൽ കഴിച്ചപ്പോൾ കർത്താവിനെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് അവന്.
പിന്നെ അവന്റെ പ്രവർത്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തെ ധിക്കരിക്കാനായിട്ട് മറ്റെല്ലാം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ദൈവത്തെ ധിക്കരിക്കാൻ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ആരുണ്ടെന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവന്റെ പിശാചിന്റെ ശക്തി അനന്തമല്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക. അവനൊരു സൃഷ്ടിയാണ്. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും ഒരു സൃഷ്ടിയാണ്. ദൈവരായ നിർമ്മിതി തടയാൻ വേണ്ടിയിട്ട് അവൻ പലതും ശ്രമിക്കും. അപ്പൊ നമുക്ക് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ തടയാൻ വേണ്ടി അവന് പല വിധത്തിലുള്ള അഭ്യാസങ്ങൾ കാണിക്കും. അത് ചിലപ്പോൾ ആ സമൂഹത്തിനും വ്യക്തികൾക്കും ഒക്കെ ശാരീരികമായും ആത്മീയമായും ഉത്തരങ്ങൾ വരുത്തി വയ്ക്കാനും അവൻ ചെയ്യുമെന്നാണ് പറയുക. അതുകൊണ്ട് ചിലപ്പം പിന്നെ പറയാണ് പിശാചിന്റെ പ്രവർത്തനം ദൈവം അനുവദിക്കാറുണ്ട്. നിങ്ങൾ ചോദിക്കുക ദൈവം അനുവദിക്കും, ചിലപ്പോൾ അനുവദിക്കാറുണ്ടെന്നാണ് നമ്മളെ പഠിപ്പിക്കുക 395. അതൊരു വലിയ രഹസ്യമാണ്. എന്തുകൊണ്ട് അനുവദിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ രഹസ്യമാണ് നാം പഠിപ്പിക്കുക. പക്ഷെ അവസാനം പറയുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി അവിടുന്ന് ക്രമീകരിക്കുന്നുവെന്ന്. അത് ഈ രഹസ്യമാണെങ്കിലും ദൈവം സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് നന്മയായിട്ട് മാറും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്ഭവം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു പരീക്ഷണം എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പരീക്ഷണമാണ്. അതായത് ആദിമാതാക്കളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പരീക്ഷണമായിരുന്നത്. ദൈവം മനുഷ്യനെ ഛായയെ സൃഷ്ടിച്ച് അവനെ തന്റെ സൗഹൃദത്തിൽ സ്ഥാപിച്ചു. ദൈവത്തോടുള്ള സ്വതന്ത്രമായ വിധേയത്വത്തിലൂടെ അല്ലാതെ ഈ സ്നേഹബന്ധത്തിൽ ജീവിക്കുവാന് ആത്മീയ സൃഷ്ടിയായ മനുഷ്യന് സാധ്യമല്ല. നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന വിലക്ക് ഇക്കാര്യം വ്യക്തമാകുന്നു. ഈ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന ദിവസം നീ തീർച്ചയായും മരിക്കും. ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ളൊരു അവതരണമാണ്. പിന്നെ അതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. സൃഷ്ടി എന്ന നിലയ്ക്ക് മനുഷ്യന് മറികടക്കാനാവാത്ത പരിമിതികളുണ്ട്. ഈ പരിമിതികളെ സ്വതന്ത്രമായി അംഗീകരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടും ഇവയെ ആദരിക്കേണ്ടതുണ്ട്. നമ്മുടെ പരിമിതിയെ നമ്മൾ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കേണ്ടതുണ്ടെന്നാണ് പറയുക. ആദരിക്കേണ്ടതുണ്ട്. മനുഷ്യൻ തന്റെ സൃഷ്ടാവിനെ ആശ്രയിക്കുന്നു. സൃഷ്ടി നിയമങ്ങൾക്കും സ്വാതന്ത്ര്യ വിനിയോഗത്തെ നിയന്ത്രിക്കുന്ന ധാർമ്മിക അനുശാസനങ്ങൾക്കും അവൻ വിധേയനാണ്. ഇതൊന്നും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ പ്രത്യേകം ഓർക്കുക. അങ്ങനെയാണ് മനുഷ്യന്റെ ആദിഭാവം എന്തായിരുന്നു നമ്മളെല്ലാം ചോദിക്കുന്നതാണല്ലോ. എന്നിട്ട് പറയുകയാണ് പിശാചിന്റെ പ്രലോഭനത്തിന് വിധേയനായ മനുഷ്യൻ അവന്റെ സൃഷ്ടാവിലുള്ള വിശ്വാസം അവന്റെ ഹൃദയത്തിൽ നിർജ്ജീവമാക്കി. അതായത് ദൈവത്തിലുള്ള വിശ്വാസം ഹൃദയത്തിൽ നിർജ്ജീവമാക്കി സ്വാതന്ത്ര്യം വിനിയോഗിച്ചുകൊണ്ട് ദൈവകൽപ്പന ലംഘിച്ചു. ഇതാണ് ആദ്യഭാവം. ആദ്യത്തിന്റെ ഹവ്വായുടെ ആദ്യഭാവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൃഷ്ടാവിനുള്ള വിശ്വാസം അവൻ ഹൃദയം നിർജ്ജീവമാക്കി. സ്വാതന്ത്ര്യത്തെ വിനിയോഗിച്ചുകൊണ്ട് ദൈവകൽപ്പന ലംഘിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ ആദ്യഭാവത്തിൽ എന്ത് അടങ്ങിയിരിക്കുന്നു? ഇപ്പൊ ഇത്രയും 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിന്റെ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. മനുഷ്യൻ തനിക്ക് തന്നെ ദൈവത്തെക്കാൾ പ്രാധാന്യം നൽകുകയും ദൈവത്തെ നിന്ദിക്കുകയും ചെയ്തു. ദൈവത്തിനെതിരായി ദൈവത്തെക്കാൾ ശ്രേഷ്ഠനായി അവൻ സ്വയം തിരഞ്ഞെടുത്തു. സൃഷ്ടി എന്ന നിലയിൽ തനിക്ക് നിരക്കാത്തതും തന്റെ തന്നെ നന്മയ്ക്കെതിരായതും അവൻ ചെയ്തു. അന്ന് പറയുകയാണ് വിശുദ്ധിയുടെ അവസ്ഥയിൽ അവരോധിക്കപ്പെട്ട മനുഷ്യൻ ദൈവമഹത്വത്തില് പൂർണ്ണമായും ദൈവികനാക്കപ്പെടുവാൻ നിയോഗിക്കപ്പെട്ടിരുന്നവനാണ്. അപ്പം ദൈവികനാകാൻ നിയോഗിക്കപ്പെട്ടിരുന്ന ആദ്യ മാതാപിതാക്കള് പിശാചിനാൽ പ്രലോഭിതരായിട്ട് ദൈവത്തെ കൂടാതെ ദൈവസമക്ഷം ദൈവഹിതത്തിന് വിരുദ്ധമായി ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു. അപ്പം ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് ദൈവത്തെ പോലെ ആകാനായിട്ട് അവർ ശ്രമിച്ചെന്ന് പറയുകയാണ്. ഈ ദുരന്ത ഫലങ്ങളെ വിശുദ്ധീകരണം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവരുടെ ഉത്ഭവവിശുദ്ധിയുടെ കൃപാവരം തൽക്ഷണം നഷ്ടമായി. സംഭവിച്ചതാണ്. ഉത്ഭവവിശുദ്ധിയുടെ കൃപാവരം അവർക്ക് നഷ്ടമായി. രണ്ടാമത് പറയാണ് ഉത്ഭവ നീതിയുടെ അവസ്ഥയിൽ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ അസിസ്റ്റർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. എന്നിട്ട് CCC നമ്മൾ പഠിപ്പിക്കണം 400-ാമത്തെ നമ്പറിൽ ആത്മാവിന്റെ ആന്തശക്തികൾക്ക് ശരീരത്തിന്മേലുണ്ടായിരുന്ന നിയന്ത്രണം ഭേദിക്കപ്പെട്ടു. സ്ത്രീ പുരുഷ ബന്ധം സംഘർഷാത്മകമായി. ലൈംഗിക ദുരാശയും ആധിപത്യവും അവരുടെ ബന്ധങ്ങളിൽ പ്രത്യക്ഷമായി. ഇതര സൃഷ്ടികളുമായുള്ള പൊരുത്തവും ശിഥിലമായി. സൃഷ്ടപ്രപഞ്ചം മനുഷ്യനും അന്യവും വിരുദ്ധവുമായി. മനുഷ്യനിമിത്തം സൃഷ്ടപ്രപഞ്ച ജീർണതയുടെ അടിമത്തത്തിന് വിധേയമായി. അപ്പൊ ആദ്യ ഭാവത്തിന് ശേഷം നമ്മളെല്ലാം ജീർണതയ്ക്ക് വിധേയരായി തീരുന്നു എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് അത് സംഭവിച്ചെന്താണെന്നാണ് തിരുസഭ സഭ അതിന്റെ നമ്പർ 31 പറയുകയാണ്.
എന്തെന്നാൽ മനുഷ്യൻ സ്വന്തം ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തിന്മയിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് അവന് തോന്നാൻ തുടങ്ങി. സ്വന്തം ഹൃദയത്തിൽ നിന്ന് നോക്കുമ്പോൾ തിന്മയിലേക്കുള്ളൊരു ആകർഷണം. ഈ തിന്മകള് നല്ലവനായ അവന്റെ സൃഷ്ടാവിൽ നിന്ന് വരിക സാധ്യമല്ല. തന്റെ പ്രബോധസ്ഥാനമായ ദൈവത്തെ അംഗീകരിക്കാൻ മനുഷ്യൻ പലപ്പോഴും വിസമ്മതിക്കുന്നു. തൽഫലമായി അവന് തന്റെ പരമ ലക്ഷ്യത്തോട് ഉണ്ടായിരിക്കേണ്ട ബന്ധത്തിലും തന്നോട് തന്നെയും ഇതര മനുഷ്യരോടും എല്ലാ സൃഷ്ടികളോടും അവന് ഉണ്ടായിരിക്കേണ്ട ആഭിമുഖ്യത്തില് ഉലച്ചിത്തിടുന്നു. അതുപോലെ തൽഫലമായിട്ട് നമുക്കറിയാം, ഈ മനുഷ്യരാശിക്ക് മുഴുവനും ഈ പാപത്തിന്റെ ഫലം ഉണ്ടാകുകയാണ്. കാരണം അതിന് പറയുന്നത് എങ്ങനെ, വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും? ഒരു മനുഷ്യന്റെ ഏക ശരീരം പോലെയാണ് മനുഷ്യവംശം മുഴുവനും. അപ്പം ഒരു ഏക ശരീരമായിട്ട് ഒരേ ശരീരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഐക്യം, ഈ മനുഷ്യവംശത്തിന്റെ ഈ ഐക്യം സർവ്വ മനുഷ്യരും മതത്തിന്റെ ഫലത്തിൽ പങ്കുകാരായി, സർവരും ക്രിസ്തുവിന്റെ നീതിയിൽ പങ്കുകാരായതുപോലെ പോയത്. അതുകൊണ്ട് നമ്മള് ഉത്ഭവവിശുദ്ധിയുടെ അതുപോലെ കൃപാവരം നഷ്ടപ്പെടുമ്പോൾ അതിലൂടെ നമ്മൾ തലമുറകളിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. മാമോദിസ വഴിയായിട്ടാണ് ഇതിൽ നിന്ന് നമ്മൾ മോചിതരാക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. എങ്കിലും പറയാണ്, മാമോദിസയായ മോചിതരാക്കപ്പെടുകയാണെങ്കിലും നമുക്കൊരു ദുർബലമാക്കപ്പെട്ട ഒരു മനുഷ്യ പ്രകൃതിയുണ്ട്. ആ പ്രകൃതിയാണ് ക്ഷതമേറ്റ ഒരു മനുഷ്യ പ്രകൃതിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ക്ഷതമേറ്റ മനുഷ്യ പ്രകൃതിയിൽ എന്ത് ചെയ്യണം? നമ്മള് നിരന്തരമായ സമരങ്ങൾ നടത്തിയാൽ മാത്രം, ആത്മീയ സമരങ്ങൾ നടത്തിയാൽ മാത്രമേ പിശാചിന്റെ മേലെ നമുക്ക് വിജയം വരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഉത്ഭവഭാവത്തിന്റെയും അനന്തരഫലങ്ങളും സർവ്വ മനുഷ്യരുടെയും വ്യക്തിപരമായ പാവങ്ങളും ചേർന്ന് ലോകത്തിന് മുഴുവൻ ലോകത്തിന്റെ ഒരു പാവമുണ്ട്. സാധാരണ പാവം എന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ലോകത്തിന്റെ പാവം നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ അത് ഉത്ഭവത്തിന്റെയും സർവ്വ മനുഷ്യരുടെയും പാവത്തിന്റെ ഫലമായിട്ട് ഉണ്ടായതാണെന്ന് നോക്കുക. അതുകൊണ്ട് പിന്നെയും മുഴുവനായ മനുഷ്യവശം മുഴുവനും ദുഷ്ടന്റെ പിടിയിൽ അമർന്നിരിക്കുന്നതാണ് ഈ ലോകത്തില്. അതുകൊണ്ട് നമ്മൾ നന്മയോട് ചേർന്ന് നിൽക്കാനായിട്ട് ഉചിതമായിട്ട് സമരം ചെയ്യുന്ന വ്യക്തികളാകണം. അവസാനം നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. മരണത്തിന്റെ ശക്തിക്ക് നീ അവനെ വിട്ടുകൊടുത്തില്ല, ഈശോയെ പറ്റി പറയുന്നതാണ്. അപ്പൊ ദൈവം ഈ പാവത്തിന്റെ ഈ ആദിമാതാക്കൾ പാപം ചെയ്ത് പോയെങ്കിലും അവനെ കംപ്ലീറ്റ് ഉപേക്ഷിച്ചില്ല. അവനെ പേര് ചൊല്ലി വിളിച്ച് അവന് ഉടുപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവനെ പുറത്താക്കി, എന്ന് രക്ഷകനെ വാഗ്ദാനം ചെയ്തു. അതാണ് പോർട്ടോ എവങ്കേലി എന്ന് പറയുന്ന ഭാഗം. എന്ന് പറഞ്ഞാല് അവിടെ 3 കാര്യങ്ങളാണ്. ഒന്നാമത് രക്ഷകനെ, വിശ്വ രക്ഷകനുമായവനും വരൂ എന്ന് പറയുന്നുണ്ട്. സർപ്പവും സ്ത്രീയും തമ്മിലുള്ള യുദ്ധം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ആ സ്ത്രീയുടെ ഒരു സന്തതി ഇതിലൂടെ രക്ഷകരിക്കും. അതാണ് ഈശോ മിശിഹായിൽ. അതാണ് ഈ പാവത്തെ 3:15 പറയുന്ന പാവം പ്രോട്ടോ എവങ്കേലി എന്ന് പറയുക. തൽഫലമായി നമുക്കറിയാം, പുതിയ ആദമായിട്ട് ഈശോ മാറുന്നു, പുതിയ ഹവ്വായായിട്ട് പരിശുദ്ധ മറിയവും മാറുന്നു. അപ്പം പിന്നെ അവസാനമായിട്ട് മുന്നിലേക്ക് വരുന്ന ചിന്ത കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് ആദ്യ മനുഷ്യനെ പാപം ചെയ്യുന്നതിന് ദൈവം തടയാതിരുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ചോദ്യമാണ്. അതിന് 3-4 ഉത്തരങ്ങളാണ് സഭതാക്കന്മാർ പറയുക. സഭയുടെ പാരമ്പര്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മഹാനാവിഷ്ണ ലയോ മാർപ്പ പറയുന്നുണ്ട്, പിശാചിന് അസൂയ നമുക്ക് നഷ്ടമാക്കിയതിനേക്കാൾ വളരെയേറെ ദൈവാനുഗ്രഹങ്ങള് ഈശോയുടെ അഭാജ്യമായ കൃപയെ നമുക്ക് നേടിത്തന്നിരിക്കുന്നു. നഷ്ടമാക്കുന്നതിനേക്കഴിഞ്ഞ അഭാജ്യമായ കൃപകൾ നമുക്ക് നേടിത്തരുന്നുകൊണ്ട് ദൈവം അതിനെ അനുവദിച്ചു. രണ്ടാമത് പറയാണ്, തോമസ് അക്വീനാസ് ദൈവസഭയിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായിട്ട് ഇങ്ങനെ പറയാണ്, ആദിമ പാപത്തിന് ശേഷവും മഹത്തരമായ ഔന്നത്യത്തിലേക്ക് മനുഷ്യപ്രതി ഉയർത്തപ്പെടുന്നതിന് തടസ്സമൊന്നും ഉണ്ടായില്ല. തിന്മ സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നത് അതിൽ നിന്ന് മഹത്തരമായ നന്മ പുറപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ മഹത്തരമായ നന്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പുലർച്ചെ അറിയുന്നവർ നമുക്കറിയാം, ഭാവം വർദ്ധിച്ചെടുത്ത് കൃപയും അതിലുപരിയായി വർദ്ധിച്ചു. എന്നിട്ട് ലത്തീൻ ആരാധനാക്രമത്തിലെ ആഹ്ലാദിക്കുവിൻ എന്ന് പറയുന്ന ഗീതത്തിനകത്ത് ഇങ്ങനെ പറയുകയാണ്, ഭാഗ്യകാരണമായ അപരാധമേ, ഇത്ര മഹാനായ ഒരു രക്ഷകനെ നീ ഞങ്ങൾക്ക് നേടിത്തന്നല്ലോ. പ്രിയപ്പെട്ട, അതുകൊണ്ട് ഈ ആദിമാതാക്കളുടെ പാവത്തെ പറ്റി അവസാനം പറഞ്ഞത് ഭാഗ്യകാരണമായ അപരാധമേ പറയുന്ന. പ്രിയപ്പെട്ട, നമ്മളെല്ലാം പാവത്തിന് മരിച്ച് പാവത്തിന്റെ ഫലം പേറുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈശോയോട് ഒത്ത് കൃപാവരത്തിൽ വളർന്നു വരാനായിട്ടുള്ള വലിയൊരു അവസരമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു അവസരത്തെ ഏറ്റവും മനോഹരമായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ തന്നെ ബലഹീനാവസ്ഥയെ പറ്റി മനസ്സിലാക്കാൻ സാറിന്റെ ക്ലാസ്സും എൻ്റെ ചെറിയൊരു പ്രസന്റേഷനും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് വന്നതല്ല, എന്നാലും നമ്മുടെ ജോയ് സാർ പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങോട്ട് എൻ്റെ മനസ്സിൽ ഇത് രണ്ടും ഒത്തു വന്നു. ഞങ്ങൾ ആരും പരസ്പരം ആലോചിച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇതിൻ്റെ അകത്തൊരു ദൈവപരിപാലനം ഞാൻ തുറന്നപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന അതാണ്.
ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടെന്ന് എനിക്ക് നമുക്കറിയാം. ആ ഇടപെടലിന് കൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് നന്ദി പറയുന്നു. നമ്മൾ കൂടുതൽ കൃപാവരത്തിൽ പറയാൻ, ഈശോയുടെ സാക്ഷികളായിട്ട് മാറാൻ, നമ്മൾ കൃപാവരത്തിൻ്റെ വസ്ത്രം നമ്മൾ ധരിക്കുക, മാമോദിസ വഴിയായിട്ട് കൃപാവരത്തിൻ്റെ വസ്ത്രം എന്നാണ് പറയുക, അതിന് മാമോദിസയെ പറ്റി പറയുക. അപ്പം അങ്ങനെ ആകുന്ന വ്യക്തികളായിട്ട് മാറാൻ, നമ്മുടെ ഭാവാവസ്ഥയെ പറ്റി ബോധ്യമുള്ളവരായിട്ട് തമ്പുരാന്റെ വിനീതത്തോടെ നിൽക്കാൻ ഉള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും നല്ല ഈശോ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു. അച്ഛാ ഒത്തിരി താങ്ക് പറഞ്ഞ പോലെ ചില പറഞ്ഞു. ഞാൻ എല്ലാവരും ഉത്ഭവഭാവത്തെ കുറിച്ച്, അതായത് മാലാഹമാരുടെ പതനത്തിന്റെ കാരണം അവരുടെ പാപമായിരുന്നു. ഇനിയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ധിക്കരിക്കുവാൻ നമ്മൾക്ക് എപ്പോഴും നമുക്ക് പ്രേരണ നൽകുന്നതാണ് സാത്താന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും, അതുപോലെ തന്നെ മനുഷ്യന്റെ ആത്മാവും എന്തായിരുന്നു നമ്മളെ ഓർപ്പിച്ചു. സൃഷ്ടാവിലുള്ള ശ്വാസം ഹൃദയത്തിൽ ആത്മാവം എന്ന് നമ്മളെ ഓർപ്പിക്കുകയായിരുന്നു. നമുക്കറിയാം, ആ ഉത്ഭവത്തിൽ നമ്മൾ മോചിതരാകുന്നത് മാമോദിസയിലൂടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ വലിയ കാര്യങ്ങളെ നമുക്കറിയാം, അച്ഛൻ നമ്മളെ ഓർപ്പിച്ച ബഹുമാനപ്പെട്ട ദൈവമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വരും സെഷനിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട അലിസാജിയസിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. ദൈവത്തിന് സ്തുതി. നമ്മള് അറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടത് ദൈവം നമ്മളെ എല്ലാരെയും സ്നേഹിക്കുന്നെന്നും അതിന്റെ കാര്യമല്ല, ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവത്തിന് സ്നേഹിക്കാനേ പറ്റുള്ളൂ. സ്നേഹത്തിന്റെ പൂർണ്ണത ആയതുകൊണ്ട് കൂടാനും കുറയാനും പറ്റുകയില്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. എന്നാൽ ഈ സ്നേഹം നമ്മൾ അനുഭവിച്ച് പങ്കുവെച്ച് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച കേട്ടത്. അപ്പൊ ഇന്ന് നമ്മൾ കേട്ടത് ഇവരെല്ലാരും പറഞ്ഞതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലായത് എന്താണ്? ഈ സ്നേഹം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് അനുഭവിക്കാനും അതുപോലെ അങ്ങോട്ട് പങ്കുവെച്ച് ഇവിടെ ആകെപ്പാടെ ദൈവ കുടുംബമായിട്ട് ജീവിക്കാനൊന്നും നമുക്ക് പറ്റുന്നില്ല. അതിന്റെ കാരണം നമ്മുടെ പാപാവസ്ഥയാണെന്ന് പറയുകയായിരുന്നു. നമ്മൾ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ ഇവരെല്ലാം പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലായി നമ്മൾ എന്തോ ഒരു അടിമത്വത്തിൽ ഒരു പാതാളത്തിൽ പെട്ട് കിടക്കുക. ൂത്തപ്പത്തിന്റെ കഥ പറഞ്ഞതുപോലെ പന്നിക്കുട്ടി പോയി ചെന്ന് കിടന്ന കഥയൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ഈ ഒരു അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ കിടന്നുകൊണ്ട് അയ്യോ ആരെ നമ്മളെ രക്ഷിക്കും? ആ പെട്ട് കഴിഞ്ഞപ്പം യോഹന്നാൻ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും എന്നാൽ ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നമുക്കറിയാവുന്നത്. അങ്ങനെ ഒരു പെടല് പെട്ടിക്കിടക്കുക. ഈ പെട്ടിടത്ത് നിന്ന് നമുക്ക് ആർക്കും സ്വന്തം ശക്തി കൊണ്ട് ആർക്കും രക്ഷപ്പെടാനോ പരസ്പരം രക്ഷിക്കാനോ പറ്റില്ല എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിന്റെ പ്രാരംഭ പ്രഘോഷണമാണ്. എന്തിനാ ഈ കാര്യം ഒന്ന് കേട്ടിട്ട് നമ്മളൊരു വിശ്വാസ പ്രത്യുത്തരം ഇതിലൂടെ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രത്യുത്തരം വരണം. ആദ്യത്തേതിൽ ഈ സ്നേഹം ദൈവം ഇങ്ങനെ സ്നേഹിക്കുന്ന എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്താ കാര്യം? അപ്പോഴാണ് ഇപ്പൊ പറഞ്ഞത് അതിന് കാരണം നമ്മൾ പെട്ടുകിടക്കുന്നത് കൊണ്ടാണ്. ഒരു പാതാളത്തിൽ പെട്ടു കഴിഞ്ഞാല് ഞാൻ ചിലപ്പോൾ ഓർക്കുകയും എന്റെ മാതാപിതാക്കളെ ഒത്തിരി കൊല്ലം മുമ്പ്, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തുനിന്ന് മലബാറിന് പോയതാ. അവിടെ മക്കള് ജനിച്ചവരെല്ലാം മലബാറില്ല. അതുപോലെ നമ്മളിവിടെ ഒരു പാതാളത്തിൽ വീണ് പെട്ടുപോയെങ്കിൽ അവിടെ അവർക്ക് ജനിക്കുന്ന മക്കളെല്ലാം ആ ബന്ധനത്തിലാ, ആ അന്ധകാരത്തിന്റെ ആധിപത്യത്തിലാ. അതിന്റെ ഫലമായിട്ടുള്ള ആ നിസ്സഹായതകളെ അച്ഛനും സാറും ആലീസും എല്ലാവരും പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലായി നമുക്ക് അതിൻ്റെതായ അനന്തരഫലം. നമ്മുടെ ഭാവാവസ്ഥ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നന്മ ചെയ്യണമെന്നുണ്ട്, പക്ഷെ നന്മ ചെയ്യാൻ എനിക്കാകുന്നില്ല, ഇച്ഛിക്കുന്ന നന്മ ചെയ്യാനാകുന്നില്ല, ചെയ്യരുതെന്ന് കരുതുന്ന തിന്മ തന്നെ ഞാൻ ചെയ്തു പോകുന്നു, ഞാൻ ദുർഭകനായ മനുഷ്യൻ. നമുക്കും എല്ലാം ആ ഒരു പാപാവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇനി അടുത്തതിലേക്കാണ് നമുക്ക് അതിന്റെ പ്രതിവിധിയിലേക്ക് വരുന്നത്. ഈ ഒരു ഘട്ടത്തില് നമുക്കെല്ലാവർക്കും എന്നും ഈ ഒരു ബന്ധനം, ഈ ഒരു നിസ്സഹായത, ഒരു പാപത്തിലേക്കുള്ള ചായ്വ്, അത് പല വിധത്തിലാണ്. പാപം ചെയ്യാനുള്ള ചായ്വ്,
രോഗങ്ങള്, ദുസ്തഴക്കങ്ങള്, ശീലങ്ങള്, ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാം ഇതിന്റെ ഫലമായിട്ട് അല്ലയോ? ഒരു മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുമ്പോഴ് അത് പറഞ്ഞില്ലേ, ഇതെല്ലാവരിലേക്കും ഒഴുകണം ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ എല്ലാവരിലേക്കും ഉള്ള ചാലുകൾ ഇങ്ങനെ തുറന്നിരിക്കുമ്പോൾ നമ്മൾ ഒരെണ്ണം അടിച്ചു പോയാൽ മുകളിൽ നിന്നുള്ള ബ്ലോക്ക് ആകും. ഇതൊരു ഓട്ടോമാറ്റിക് സെറ്റിങ്ങാ. അപ്പൊ ഇതുകൊണ്ടാ നമ്മളിങ്ങനെ പെട്ട് കിടക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ ഒരു ഘട്ടത്തില്, ഈ ഒരാഴ്ചയില് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്ഥിതിവിശേഷമാണ് ഈ ഒരു പാപാവസ്ഥ. അപ്പോൾ ആര് നമ്മളെ രക്ഷിക്കും? സെയിന്റ് പോൾ അങ്ങനെയാണല്ലോ പറയുന്നത്, ഞാൻ ദുർഭകനായ മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ഈ സാഹചര്യത്തിൽ നിന്ന് ആരെന്നെ രക്ഷിക്കും? അതിനുള്ള ഉത്തരം നമ്മൾ അടുത്ത ആഴ്ച കാണും. ഈ ഒരാഴ്ച നമുക്ക് എല്ലാവർക്കും ഈ ഒരു ബന്ധനാവസ്ഥ, ഒരടിമത്വം ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. നേരത്തെ സാറൊക്കെ പറഞ്ഞല്ലോ, അതായത് നമ്മൾ പാപം ചെയ്യുന്നത് കൊണ്ടല്ല പാപികളാകുന്നതെന്ന് പറഞ്ഞില്ലേ. ഈ പെട്ടുപോയത് കാരണം നിസ്സഹായതയിൽ നമ്മൾ അങ്ങനെ ചെയ്തു പോവുക. പാപികളായത് കൊണ്ടാണ് നമുക്ക് പാപം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. നമ്മൾ പാപം ചെയ്തത് കൊണ്ടോ ചെയ്യാതിരുന്നത് കൊണ്ടോ നമ്മൾ പാപികളാകാതിരിക്കുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ്. മാവേൽ മാങ്ങ ഒന്നും കായ്ച്ചില്ലെങ്കിലും മാവ് മാവാ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നേച്ചർ, ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോയി. അതിന്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, അതായത് നമ്മളെ പറുദീസായിൽ നിന്ന് പുറത്താക്കിയത് തന്നെ ദൈവസ്നേഹത്തിന്റെ വലിയൊരു പ്രകാശനമായിരുന്നു. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചുകൊണ്ട് നിത്യമായിട്ട് നശിച്ചു തരത്തിൽ ജീവിക്കാതിരിക്കാൻ. അപ്പൊ ഈ വന്നിരിക്കുന്ന തകർച്ചകളെല്ലാം നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പരസ്പരം ബന്ധപ്പെടാനോ, പരസ്പരം നമുക്ക് പങ്കുവെക്കാനോ, സ്നേഹിക്കാനോ, ക്ഷമിക്കാനോ, കൂട്ടായ്മയായിട്ട് ജീവിക്കാനോ ഒക്കെ പറ്റാത്തൊരു നിസ്സഹായത. എന്താ ചെയ്യുക? ഞാൻ അങ്ങനെയാണല്ലോ. പേടിക്കണ്ട, വഴിയുണ്ട്. ആ ഒരു നമ്മുടെ സെയിന്റ് ആഗസ്റ്റിനൊക്കെ പറഞ്ഞ പോലെ, ആരെന്നെ രക്ഷിക്കും? ദൈവമേ നിനക്കായി സൃഷ്ടിക്കപ്പെട്ടു. അല്ലെങ്കിൽ ആർഷഭാരതത്തില് പറയല്ലേ, അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ്മ. ഇതെല്ലാം മനുഷ്യന്റെയും ഉള്ളിലുള്ള ദാഹവും കരച്ചിലുമാണ്. ഇത് നമ്മുടെയും ആണ്. അപ്പം നമ്മൾ പാപം ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മളെല്ലാരും ഈ ഒരു പാപാവസ്ഥ ഷെയർ ചെയ്യുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ ഒരു രണ്ടാമത്തെ ആഴ്ചയിൽ, രണ്ടാമത്തെ വലിയൊരു ബേസിക് ഗോസ്പൽ മെസ്സേജ്, അടിസ്ഥാന സുവിശേഷ സന്ദേശം, നമ്മുടെ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു തിരിച്ചറിവിൽ നമുക്ക് ആഴപ്പെടാൻ ഈ ആഴ്ച സഹായകമാകട്ടെ. ആമേൻ. ആദ്യത്തെ ദിവസം നമ്മൾ കേട്ടത് ദൈവസ്നേഹത്തെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് പാപാവസ്ഥയെ കുറിച്ചാണ്. അരിസാന്റി നമ്മളെ ഓർപ്പിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത് നമ്മുടെ പാപാവസ്ഥകളാണെന്ന് നമ്മളെ തുറന്ന ഈ കഴിഞ്ഞ ക്ലാസ്സിലൂടെയും സ്ലൈഡ് പ്രസന്റേഷനിലൂടെയും എല്ലാം നമ്മൾ മനസ്സിലാക്കി. അലിസാന്റി നമ്മളെ ഓർപ്പിക്കുകയായിരുന്നു. ഇനി നമ്മൾ വിശ്വാസ പ്രത്യുത്തരത്തിലേക്കാണ് അടുത്ത ആഴ്ചയിൽ നമ്മൾ പോകുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ പാപാവസ്ഥയിൽ നിന്ന് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക്, നമുക്കൊരു വിടുതലിന്റെ മേഖലയിലേക്ക് പോകാൻ സാധിക്കുന്നത് എന്ന് അലിസാന്റി നമ്മളെ ഓർപ്പിച്ചു. അലിസാന്റിയുടെ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. അടുത്തതായിട്ട് അനൗൺസ്മെന്റ് ആണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ചില സാമൂഹ്യ വിരുദ്ധർ നുഴഞ്ഞു കയറി ഫേക്ക് ഐ ഡി ഉപയോഗിച്ച് പല വിധത്തിലുള്ള പണമിടപാടുകൾ സംബന്ധിച്ച് അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു, കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു പേഴ്സണൽ ഇൻഫർമേഷനും അത്തരക്കാർക്ക് കൈമാറരുത്. അത്തരം അവസരങ്ങളിൽ ഉടൻ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുക. ഞങ്ങൾ സത്വര നടപടികൾ എടുക്കുന്നതായിരിക്കും. അടുത്തത്, എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചു എന്ന് ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. നമ്മുടെ ഇൻവോൾവ്മെന്റ് എത്രമാത്രം ആത്മാർത്ഥതയോടെയാണോ അത്രമാത്രം ഈ കോഴ്സിൽ നമുക്ക് ഫലം ആസ്വദിക്കുവാൻ നമുക്ക് കഴിയും എന്ന കാര്യം എല്ലാവരും ഓർക്കുമല്ലോ. അതുപോലെ തന്നെ ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 32 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് ഓഗസ്റ്റ് 18 മുതൽ 23 വരെ മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായിട്ട് നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായിട്ട് 90
61954230 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓഗസ്റ്റ് മാസം 5 മുതൽ 10 വരെ രാവിലെ 9:30 മുതൽ 5:30 വരെ തൊടുപുഴ മുതലക്കോടം ഫെറോന ദേവാലയത്തിൽ വെച്ച് മിസിയോ ടീം നടത്തുന്ന കെരിഗ്മ കോഴ്സ് നടത്തപ്പെടുന്നു. ആ പ്രദേശങ്ങളിലുള്ളവർക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. വിളിക്കേണ്ട 2 നമ്പറുകളുണ്ട്. 9526038446. രണ്ടാമത്തെ നമ്പർ 9605597650. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായിട്ട് അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. അനൗൺസ്മെന്റ് സെക്ഷൻ സമാപിച്ചു. അടുത്തതായിട്ട് നമ്മളെ അനുഗ്രഹിക്കുവാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സമാപന സന്ദേശം തരുവാനുമായിട്ട് നമ്മളുടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സേവ്യർ മാന്ത്ര അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനൊരു കുർബാനയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ഏതായാലും കറക്റ്റ് സമാപന സമയത്താണ് ടോമിച്ചായം വിളിച്ചപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും അതിന് മുമ്പായിട്ട് എത്തിച്ചേരാൻ സാധിച്ചു. പാപാവസ്ഥയെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ മേൽവട്ടത്തച്ഛൻ്റെയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോന്നപ്പോഴേ മിഷൻ കോണ്ടെക്സ്റ്റിൽ ഞാൻ ചിന്തിച്ചപ്പോഴേ ഞാൻ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഓരോരുത്തരുടെ ദീപാനുഭവത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ ഒരു കുടുംബത്തിന്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ, പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും അവര് ആത്മാർത്ഥമായിട്ട് ഈശോയെ സ്നേഹിക്കുന്നുണ്ട്, ഈശോയെ അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു വിചാരത്തിലും ഞാൻ ആ ഒരു ആത്മാർത്ഥതയോടുകൂടി തന്നെ അവരെ ഒരുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്തിട്ടും അവരുടെ എല്ലാ കാര്യങ്ങളും ഏതൊരു അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ എല്ലാം ശരിയായി എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അവര് വീണ്ടും പരാജയപ്പെട്ടു പോവുകയാണ് പല കാര്യങ്ങളും. ഈവൻ മക്കളുടെ കല്യാണക്കാരിയായാലും ജോലിക്കാരിയായാലും എന്ത് കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ അവരുടെ വീട് പലപ്പോഴായിട്ട് അവരെന്നെ വിളിക്കുന്നതാണ്, വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ വരണം അച്ഛാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം പോയി പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. എന്നാലും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈശോയോട് ചോദിച്ചായിരുന്നു, എന്താണ് ഈശോ ഇവരുടെ വീട്ടിൽ മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഒക്കെ സാധിച്ചു കിട്ടുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇവരുടെ വീട്ടിൽ മാത്രം ഇവർ കുറെ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഇടയ്ക്കൊക്കെ ആഹാരമൊക്കെ ഉണ്ടാക്കി കൊണ്ടുതരും, അന്നേരം എനിക്ക് ഇച്ചിരി കൂടെ സ്നേഹം കൂടുതൽ തോന്നുമല്ലോ. അന്നേരം ഞാൻ ഈശോയോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവരുടെ കാര്യങ്ങളൊന്നും പൂർത്തിയായിട്ട് നടക്കാത്തതിനാതെ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചായിരുന്നു. അന്നേരം ഇവർക്ക് പിന്നെ ഒരുപാട് ശത്രുക്കളൊക്കെ കൂടി വരുന്നൊക്കെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഞാൻ അന്നേരം അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയപാടെ എൻ്റെ കണ്ണിലേക്ക് പതിഞ്ഞത് എവിടെയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ആ സാധനം എൻ്റെ കണ്ണിൽ പെടുകയും ചെയ്തു ആ കറണ്ട് പോയ സമയത്ത് തന്നെ. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോകണ്ടെന്ന് പറയുകയും ചെയ്തു. അവർ ഞാൻ സാധനം കണ്ടെടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഈ മുസ്ലിംസിൻ്റെ അടുത്ത് പോയി എഴുതി ഏതാണ്ട് പതിപ്പിച്ചു വെച്ചേക്കുന്ന ഒരു സാധനമായിരുന്നു. ഞാൻ ഇതെന്നാന്ന് ചോദിച്ച് കാര്യങ്ങൾ ഇങ്ങനെ തപ്പി ചകഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയിൽ അത് ഞാൻ വിചാരിച്ച അത്ര ഉണ്ടായിരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയിൽ രാവിലെ നേരം എടുത്തപ്പോൾ പുള്ളിക്കൊരു സമാധാനമില്ല. പുള്ളി രാവിലെ വന്നേക്കാണ്. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഫോൺ വിളി തുടങ്ങിയായിരുന്നു. അച്ഛനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കാണ്. അത് മാത്രമല്ല, വീടിന്റെ 4 മൂലയിലും കുടത്തിന്റെ അകത്ത് കുഴിച്ചു വെച്ചിട്ടുണ്ട്. അതിന് പോരാഞ്ഞിട്ട് വീടിന്റെ സെന്ററിലും ഒരെണ്ണം ഉണ്ടെന്ന്. അതായത് നമ്മൾ ഈ പാപാവസ്ഥയിലായിരിക്കുമ്പോൾ നമുക്ക് കൃപകളൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. നമ്മളിന്ന് കണ്ടത് തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു മിഷൻ കോണ്ടെക്സ്റ്റിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവത്തെ ഞാൻ ചിത്രീകരിച്ചെന്നേ ഉള്ളൂ. ഈശോ നമുക്ക് ഒരുപാട് കൃപകൾ തരുന്നുണ്ട്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകളൊന്നുമില്ല, എടുക്കാത്ത പരിത്യാഗങ്ങളൊന്നുമില്ല. ഈ 1.5 വർഷത്തിന് ശേഷമാണ് ഇത് പുറത്തു വരുന്നത്. അന്നേരം ആ കുടുംബത്തിലേക്ക് കൃപ വരാതിരിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ കാര്യങ്ങളായിരുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് ആ ഒരു പാപാവസ്ഥയിൽ നിന്നുള്ള ഒരു വിടുതൽ ലഭിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആ തടസ്സമായിട്ട് നിൽക്കുന്നതിനെയൊക്കെ എടുത്തു മാറ്റാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും, നമ്മുടെ ഈ കൂട്ടായ്മയോടും, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളോടും നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന്റെ ആശീർവാദത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ സെക്ഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നമ്മൾ കേട്ട എല്ലാ വചനവും നമ്മുടെ വിശുദ്ധീകരണത്തിന് കാരണമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ക്ലാസ്സിൽ നടത്തുവാൻ നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. മിശിഹായുടെ എല്ലാ സഹകാരികളോടും നന്ദി അറിയിക്കട്ടെ. നമുക്ക് ദൈവത്തോടു കൂടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും ദയയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ. നിത്യസ്നേഹമോർക്കുമ്പോൾ, വൻകൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും പിതാവേ. വൻ ത്യാഗമോർക്കുമ്പോൾ, വൻ സ്നേഹമോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും പിതാവേ. എണ്ണമില്ല നന്മകളെന്നെ ചൊരിയും വന്ദയയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലി